സമത്വത്തിനുള്ള അവകാശം ആർട്ടിക്കിൾ ഏതാണ്? ആർട്ടിക്കിൾ 14 മുതൽ 18 വരെയാണ് ആദ്യത്തേത് സമ. അപ്പൊ 14, 18 4 ആർട്ടിക്കിൾ സമത്വമാണ്. പിന്നെ വന്നിട്ടുള്ള 3 ആർട്ടിക്കിൾ സ്വാതന്ത്ര്യമാണ്. പിന്നെ വന്നിട്ടുള്ള 2 ആർട്ടിക്കിളാണ് ചൂഷണത്തിനെതിരെയുള്ള അവകാശം. 3 കിട്ടിയോ? ഓർഡറിലാണ് നമ്മൾ ഓർത്ത് വെക്കുന്നത്, 4, 3, 2 കേട്ടോ. ആദ്യത്തെ 14 ഓർത്ത് വെച്ചാൽ മതി. നമസ്കാരം, എൻട്രിഡേ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഒരു PSC എക്സാമിനേഷന് പ്രിപ്പയർ ചെയ്യുമ്പോൾ നമ്മുടെ പ്രിപ്പറേഷൻ്റെ ഒപ്പം തന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് അനലൈസ് ചെയ്യുക എന്നുള്ളതാണ്. കാരണം മുൻകാല ചോദ്യങ്ങൾ നോക്കുമ്പോഴാണ് നമുക്ക് ഏത് ഭാഗത്താണ് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കേണ്ടത്, ആ സബ്ജക്റ്റിൽ ഏത് ഏരിയയൊക്കെയാണ് കൂടുതലായിട്ട് PSC ചോദിക്കുന്നത്, അങ്ങനെയുള്ള കാര്യങ്ങൾ കൃത്യമായിട്ട് അറിയണം എന്നുണ്ടെങ്കിൽ നമ്മൾ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് നോക്കേണ്ടതുണ്ട്. കഴിഞ്ഞ ഖാദി ബോർഡിൻ്റെ എക്സാമിനേഷന് PSC ചോദിച്ച ചോദ്യങ്ങളെ ബേസ് ചെയ്തിട്ട് എൻട്രിയിൽ നിങ്ങൾക്ക് വീഡിയോ തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ എവിടെ നിന്നാണ് ഓരോ സബ്ജക്റ്റിലെയും ചോദ്യങ്ങൾ വന്നത് എന്ന് ഐഡൻറ്റിഫൈ ചെയ്തൊരു സീരീസ് നിങ്ങൾക്ക് തന്നിട്ടുണ്ടായിരുന്നു. അതേപോലെ LDC എക്സാമിനേഷന് പ്രിപ്പയർ ചെയ്യുന്നവർക്ക് വേണ്ടിയിട്ട് അടുത്ത LDC നന്നായിട്ട് നിങ്ങൾക്ക് പെർഫോം ചെയ്യാൻ കഴിഞ്ഞ LDC മെയിൻസിലെ ക്വസ്റ്റ്യൻ പേപ്പർ നമ്മളൊന്ന് അനലൈസ് ചെയ്യുകയാണ്. അപ്പോൾ ഈ ഒരു ക്ലാസ്സിൽ കഴിഞ്ഞ LDCയിലെ ക്വസ്റ്റ്യൻസ്, കോൺസ്റ്റിറ്റ്യൂഷനിലെ ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ ഈ ചോദ്യങ്ങളൊക്കെ ഏതൊക്കെ ഭാഗത്തു നിന്നാണ് ചോദിച്ചിട്ടുള്ളത്, അല്ലെങ്കിൽ നിങ്ങൾ എവിടെയാണ് ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ട ഏരിയ ഏതൊക്കെയാണ്, ഓരോ ക്വസ്റ്റിനുമായിട്ട് ബന്ധപ്പെട്ട് അതിൻ്റെ റിലേറ്റഡ് ഫാക്ട്സും ഒക്കെ ഈ ഒരു ക്ലാസ്സിലൂടെ ഡിസ്കസ് ചെയ്യുന്നുണ്ടായിരിക്കും. അപ്പോൾ നിങ്ങൾ അവസാനം വരെ ശ്രദ്ധയോടെ കേൾക്കുക, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ്സ് നോട്ട് ചെയ്യുക, എവിടെയാണ് നിങ്ങൾ കൂടുതൽ ഫോക്കസ് ചെയ്യേണ്ടതെന്നൊക്കെ ഞാൻ പറഞ്ഞുതരാം. അത് ശ്രദ്ധിച്ച് കേട്ടിട്ട് ആ രീതിയിൽ നിങ്ങൾക്ക് നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്യാനായിട്ട് സാധിക്കും. അപ്പം നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഇന്ത്യൻ ഭരണഘടന എന്നൊരു സബ്ജക്റ്റിനെ സംബന്ധിച്ചിടത്തോളം ഒരു അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ സിലബസിലുള്ള കാര്യങ്ങൾ കൃത്യമായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഫുൾ മാർക്കും വാങ്ങാൻ പറ്റുന്ന ഒരു സബ്ജക്റ്റാണ്. അതായത് നമുക്ക് കുഴപ്പിക്കുന്ന ചോദ്യങ്ങൾ അങ്ങനെയൊന്നും അധികം കോൺസ്റ്റിറ്റ്യൂഷനിലെ മുൻകാല ചോദ്യ പേപ്പർ നോക്കിയാൽ നമുക്ക് കാണാൻ സാധിക്കില്ല. വെരി സ്ട്രെയിറ്റ് ആണ് നമ്മുടെ സിലബസിൽ പറഞ്ഞിട്ടുള്ള ഭാഗങ്ങളിൽ നിന്ന് ക്ലിയർ ആയിട്ട് നമുക്ക് ചോദ്യങ്ങൾ വരും. അപ്പോൾ ആ ഭാഗം കൃത്യമായിട്ട് പഠിച്ച കുട്ടിക്ക് അത് ആൻസർ ചെയ്യാൻ പറ്റും. പിന്നെ ഒരു ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ ഡിഫിക്കൽട്ടി ലെവലിൽ വ്യത്യാസം ഉണ്ടാവാറുണ്ട്. അപ്പോൾ നമ്മൾ പ്രിലിംസിൻ്റെ ആ ഒരു ഡിഫിക്കൽട്ടി ലെവലല്ല നമുക്ക് മെയിൻസിലോട്ട് വരുമ്പോൾ അത് എത്രത്തോളം ആഴത്തിൽ നിങ്ങൾ പഠിക്കണം എന്നതാണ് അവിടെ നിന്ന് മനസ്സിലാക്കേണ്ടത്. നമ്മളൊരു മെയിൻസ് എക്സാമിന് പ്രിപ്പയർ ചെയ്യുമ്പോൾ പ്രിലിംസ് ലെവലിലല്ല, കുറെ കൂടെ ഡീപ്പായിട്ട് നമ്മൾ പഠിക്കണം എന്നുള്ളതാണ്. അപ്പോൾ അതിൽ ഒരു ടോപ്പിക് എടുത്ത് ആ ടോപ്പിക്കിൽ A to Z വൃത്തിയായിട്ട് പഠിച്ചാൽ നമുക്ക് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ ഫുൾ മാർക്കും വാങ്ങാനായിട്ട് സാധിക്കും. അപ്പോൾ നമുക്ക് കഴിഞ്ഞ ക്വസ്റ്റ്യൻ പേപ്പറിലൂടെ ഞാൻ ഈ പറഞ്ഞ് ശരിയാണോ എന്ന് നോക്കിയാലോ. കഴിഞ്ഞ LDCയിൽ ചോദിച്ച ചോദ്യ പേപ്പറിലോട്ട് കിടക്കാം. ആദ്യത്തെ ചോദ്യം, ഇന്ത്യൻ ഭരണഘടന അനുച്ഛേദം 25 മുതൽ 28 വരെയുള്ള ഭാഗങ്ങളിൽ ഏത് മൗലിക അവകാശത്തെക്കുറിച്ചാണ് പ്രതിപാദിക്കുന്നത്? അപ്പോൾ ഏത് ടോപ്പിക്കിൽ നിന്നാണ് ഈ ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത്? മൗലിക അവകാശങ്ങളിൽ നിന്നാണ്. അപ്പോൾ കോൺസ്റ്റിറ്റ്യൂഷൻ നിങ്ങൾ പ്രിപ്പയർ ചെയ്യുമ്പോൾ മസ്റ്റായിട്ടും ചോദ്യം എക്സ്പെക്ട് ചെയ്യാവുന്ന ഒരു ഏരിയയാണ് മൗലിക അവകാശങ്ങൾ. അപ്പോൾ ഏത് ക്വസ്റ്റ്യൻ പേപ്പർ എടുത്ത് നോക്കിയാലും നമുക്ക് മൗലികാവകാശങ്ങൾ സിലബസിലുണ്ട്, ഏത് എക്സാമിൻ്റെ സിലബസിലും ഉണ്ട്, മൗലികാവകാശങ്ങളുണ്ട്. അതുപോലെ തന്നെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ചോദ്യം വരാറുമുണ്ട്. അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങൾ പ്രിപ്പയർ ചെയ്യുമ്പോൾ ഈ ടോപ്പിക്ക് നന്നായിട്ട് A to Z വൃത്തിയായിട്ട് പഠിക്കുക. ഓക്കെ, മൗലികാവകാശങ്ങൾ പഠിക്കുമ്പോൾ ഓരോ ആർട്ടിക്കിൾസ് അത് കൃത്യമായിട്ട് പഠിക്കണം. ഞാൻ നിങ്ങൾക്കൊരു സൂത്രം പറഞ്ഞുതരാം മൗലികാവകാശങ്ങളുടെ ആർട്ടിക്കിൾ ഓർത്ത് വെക്കാൻ വേണ്ടിയിട്ട്. ഇവിടെ ചോദിച്ചിട്ടുള്ളത് 25 മുതൽ 28 വരെയുള്ള ഭാഗങ്ങൾ ഏത് മൗലികാവകാശത്തെക്കുറിച്ചാണ് പ്രതിപാദിക്കുന്നതെന്നാണ്. അപ്പം മൗലികാവകാശങ്ങൾ ഏതൊക്കെയാണ്? മൗലികാവകാശങ്ങൾ എന്ന് പറഞ്ഞാൽ സമത്വം മൗലികാവകാശങ്ങളിൽ പെടുന്നതാണ് അല്ലേ, സമത്വം. അപ്പം ആദ്യത്തെ സമത്വമാണ്. പിന്നെ സ്വാതന്ത്ര്യം, സമത്വം, സ്വാതന്ത്ര്യം, ചൂഷണത്തിനെതിരെയുള്ള അവകാശം, അതുപോലെ മതസ്വാതന്ത്ര്യം, പിന്നെ വിദ്യാഭ്യാസപരവും സാംസ്കാരികപരവുമായ അവകാശം, ലാസ്റ്റത്തെ ഭരണഘടനാപരമായ പരിഹാരമാണ് റിട്ട് എന്ന് നമ്മൾ പറയും അല്ലെ. ഞാനിങ്ങനെ ലെറ്റേഴ്സ് എഴുതിയിട്ടുള്ളത് നമുക്കൊരു കോഡ് ഉണ്ടാക്കാം. സമത്വത്തിൽ നിന്ന് സമാന്ന് എടുക്കാം കേട്ടോ. ഇവിടെ സാ എടുക്കാം, ഇവിടെ ചു മ വി റ, റിട്ടിന്ന് നമ്മൾ റായാണ് എടുക്കുന്നത്. ഒന്ന് കൂട്ടി വായിക്കാം നമുക്ക്. ഇവിടുന്ന് സമ നമ്മളത് സമൂന്നാക്കും കേട്ടോ, സമൂ. സ്വാതന്ത്ര്യത്തിൽ നിന്ന് സാ എടുക്കുന്നു. ഓക്കെ, പിന്നെ ചൂഷണത്തിലെ ചു മ, ഇവിടുന്ന് വി റ, കൂട്ടി വായിക്കാം. സമൂസ ചുമ വിറ. ഓർത്ത് വയ്ക്കാം, സമൂസ കഴിച്ചാൽ ചുമയും വിറയും ഉണ്ടാകും. ഇതൊരു കോഡിന് വേണ്ടി ജസ്റ്റ് ഒന്ന് ഓർത്ത് വയ്ക്കാൻ വേണ്ടി മാത്രം ആ ഒരു സെൻസിൽ എടുത്താൽ മതി. അപ്പം സമൂസ കഴിച്ചാൽ ചുമയും വിറയും, സമൂസ ചുമ വിറ എന്ന് ഓർത്താൽ നമുക്ക് മൗലികാവകാശങ്ങളിലെ എല്ലാ അവകാശങ്ങളും ഓർത്ത് വയ്ക്കാം. സമൂ എന്താണ്? സമത്വത്തിനുള്ള അവകാശം. സ സ്വാതന്ത്ര്യം. ചു ചൂഷണത്തിനെതിരെയുള്ള അവകാശം. മ മതസ്വാതന്ത്ര്യം. വി വിദ്യാഭ്യാസപരവും സാംസ്കാരികപരമായ അവകാശം. റ റിട്ട് ഭരണഘടനാപരമായ പരിഹാരം. ഇത് ഈ ഓർഡറിൽ ഓർത്ത് വെച്ചാൽ നമുക്ക് ആർട്ടിക്കിൾസ് ഓർഡറിൽ ഓർത്ത് വെക്കാനായിട്ട് ഹെൽപ്ഫുൾ ആയിരിക്കും. അതെങ്ങനെയാണ്? സമത്വത്തിനുള്ള അവകാശം ആർട്ടിക്കിൾ ഏതാണ്? ആർട്ടിക്കിൾ 14 മുതൽ 18 വരെയാണ് ആദ്യത്തേത് സമ. അടുത്തത് സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം 19 മുതൽ 22 വരെയാണ്. ഓക്കെ,
മൂന്നാമത്തത് ഏതാണ്? ചൂഷണത്തിനെതിരെയുള്ള അവകാശം. അത് 23ഉം 24ഉമാണ്. 2 ആർട്ടിക്കിൾസ് ആണുള്ളത്. 23ഉം 24ഉം രണ്ടെണ്ണാണ് ഉള്ളത്. അപ്പൊ 14, 18 4 ആർട്ടിക്കിൾ സമത്വമാണ്. പിന്നെ വന്നിട്ടുള്ള 3 ആർട്ടിക്കിൾ സ്വാതന്ത്ര്യമാണ്. പിന്നെ വന്നിട്ടുള്ള 2 ആർട്ടിക്കിളാണ് ചൂഷണത്തിനെതിരെയുള്ള അവകാശം. 3 എണ്ണം കിട്ടിയോ? അപ്പൊ 4, 3, 2 14, 18 ആണ് ആദ്യത്തെ 4 എണ്ണം. അടുത്തത് 3 എണ്ണം 19, 22 ആണ്. അടുത്ത 2 എണ്ണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 23ഉം 24ഉം. ആ ഓർഡറിലാണ് നമ്മൾ ഓർത്ത് വെക്കണം. 4, 3, 2 കേട്ടോ. ആദ്യത്തെ 14 ഓർത്ത് വെച്ചാൽ മതി. ഇനിയുള്ള 3 എണ്ണം ഏതൊക്കെയാണ്? മതസ്വാതന്ത്ര്യം. മതസ്വാതന്ത്ര്യം അപ്പൊ 24 കഴിഞ്ഞാൽ പിന്നെ 25 മുതൽ 28 വരെ അടുത്ത 3 എണ്ണാണ് വരുന്നത്. 25, 28 ആണ് വരുന്നത്. പിന്നെ ഉള്ളത് വിദ്യാഭ്യാസപരവും സാംസ്കാരികപരമായ അവകാശം വരുമ്പോഴേക്കും അടുത്തത് 29ഉം 30ഉം ആണ്. ന്യൂനപക്ഷങ്ങളുടെ താല്പര്യം സംരക്ഷിക്കുന്ന അവകാശങ്ങളാണ്. അത് 2 എണ്ണമാണ് ഉള്ളത്. ആൻഡ് ലാസ്റ്റത്തെ ആണ് ആർട്ടിക്കിൾ 32 ആണ് എന്ത്? റിട്ടിനുള്ള അവകാശം. ആ ഒരെണ്ണം. അപ്പൊ ഇത് നോക്കിക്കേ, 4, 3, 2, 3, 2, 1 ഈ നമ്പേഴ്സ് ഇങ്ങനെ ജസ്റ്റ് നിങ്ങൾക്ക് ഒന്ന് ഓർത്ത് വെക്കുക. ആദ്യത്തെ 3 എണ്ണം പഠിക്കുക ഒരുമിച്ച്. 4 എണ്ണം 14, 18 സമത്വം. പിന്നത്തെ 3 എണ്ണം 19, 22 സ്വാതന്ത്ര്യം. പിന്നത്തെ 2 എണ്ണം 23, 24 ചൂഷണത്തിനെതിരായ അവകാശം. ഓക്കെ. അടുത്ത 3 എണ്ണം ഏതാണ്? മതസ്വാതന്ത്ര്യം. 3 എണ്ണാണുള്ളത്. അത് 25, 28. പിന്നെ 29, 30ഉം എന്താണ്? അടുത്ത 2 എണ്ണം വിദ്യാഭ്യാസപരവും സാംസ്കാരികപരമായ അവകാശം. ആൻഡ് ലാസ്റ്റത്തെ ആർട്ടിക്കിൾ 32 ആണ് ഏത്? റിട്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അപ്പൊ ഈ ഒരു ഓർഡറിൽ ഈ ഒരു കോഡൊക്കെ വെച്ച് നമ്മളൊന്നൊന്ന് സ്റ്റഡി ചെയ്ത് കഴിഞ്ഞിട്ട് ഈ ചോദ്യത്തിന്റെ ആൻസർ ഒന്ന് കണ്ടുപിടിക്കാൻ നോക്കിക്കേ. 25 മുതൽ 28 വരെയുള്ള ഭാഗങ്ങളിൽ പറഞ്ഞിട്ടുള്ള ഏത് അവകാശമാണ്? അപ്പൊ ഒന്ന് ഓർത്ത് നോക്കൂ. 14, 18 സമത്വം. പിന്നെ അടുത്ത 3 എണ്ണം 19, 22 സ്വാതന്ത്ര്യം. അടുത്ത 2 എണ്ണം ഏതാണ്? 23, 24 ചൂഷണത്തിനെതിരെ. പിന്നെ വന്നിട്ടുള്ള 3 എണ്ണം 25, 28 ഏതാണ്? സമൂസ ചുമ മതസ്വാതന്ത്ര്യം. ആൻസർ കിട്ടിയില്ലേ? അപ്പം നമുക്ക് ഇങ്ങനെ ഇടയ്ക്കുന്ന ഏത് ചോദിച്ചാലും നിങ്ങൾക്ക് ഒന്ന് ഓർത്ത് വെക്കാൻ പറ്റും. അപ്പൊ 25 മുതൽ 28 വരെയുള്ള ഭാഗങ്ങളിലുള്ള മൗലികാവകാശം എന്തിനെ പറ്റിയിട്ടാണ് പറയുന്നത്? ഓപ്ഷൻ എ ആണ്, മതസ്വാതന്ത്ര്യത്തിനുള്ള അവകാശമാണ് അല്ലെ. നമുക്ക് താഴോട്ട് നോക്കേണ്ട ആവശ്യം തന്നെ ഇല്ല. ഓക്കെ, ഇതാണ് അടുത്ത 2 ഓപ്ഷൻസ്. അപ്പൊ ഇതില് തൊട്ട് മുന്നേ നമ്മൾ കണ്ട സമത്വത്തിനുള്ള അവകാശം ഏതാണ്? ആർട്ടിക്കിൾ 14 ടു ആർട്ടിക്കിൾ 18. തൊട്ടടുത്തത് ഭരണഘടനാപരമായ പരിഹാരം കാണാനുള്ള അവകാശം ഏതാണ്? 32 ആണ്. അതിന്റെ താഴത്തെ സാംസ്കാരികപരവും വിദ്യാഭ്യാസപരമായ അവകാശങ്ങൾ 29ഉം 30ഉം ആണ്. അപ്പൊ നമ്മൾ 14 തൊട്ട് 32 വരെയുള്ള മൗലിക അവകാശങ്ങളുടെ ആ ഒരു ആർട്ടിക്കിൾസും ആ അവകാശങ്ങൾ ആ ഒരു ഓർഡറിലും നമുക്കിങ്ങനെ മനസ്സിലാക്കിയെടുക്കാം. ഓക്കെ. അപ്പൊ നമ്മുടെ SCERT ടെക്സ്റ്റ് ബുക്കിൽ ചാപ്റ്റർ 7 ക്ലാസ് 7 ചാപ്റ്റർ 10 7ാം ക്ലാസ്സിലെ ചാപ്റ്റർ 10 നമ്മുടെ ഭരണഘടന എന്ന് പറഞ്ഞൊരു ചാപ്റ്റർ ഉണ്ട്. അതുപോലെ 9th സ്റ്റാൻഡേർഡിലെ ചാപ്റ്റർ 3 ഇന്ത്യൻ ഭരണഘടന അവകാശങ്ങളും കർത്തവ്യങ്ങളും എന്ന് പറഞ്ഞൊരു ചാപ്റ്റർ ഉണ്ട്. പിന്നെ +1 ഒരു ചാപ്റ്റർ ഉണ്ട്, ഇന്ത്യൻ ഭരണഘടനയിലെ അവകാശങ്ങൾ. ഈ ചാപ്റ്റേഴ്സിലൊക്കെ മൗലികാവകാശങ്ങളെ പറ്റി പറയുന്നുണ്ട്. അപ്പോൾ ഈ ചാപ്റ്റേഴ്സ് എല്ലാം നിങ്ങൾ പ്രത്യേകം പ്രാധാന്യം കൊടുത്ത് പഠിക്കുക. ഇനി കോൺസ്റ്റിറ്റ്യൂഷനിൽ ഞാൻ വേറൊരു കാര്യം പറയാം. നമ്മളുടെ എക്സാമിനേഷന് നമ്മുടെ സിലബസിൽ തന്നിട്ടുള്ള എല്ലാ ടോപ്പിക്സും അടങ്ങിയ ഒരു ബുക്കുണ്ട്. ലക്ഷ്മികാന്ത് എന്ന് പറഞ്ഞിട്ടൊരു ബുക്കുണ്ട്. UPSCക്ക് പ്രിപ്പയർ ചെയ്യുന്നവർ നോക്കുന്ന ബുക്കാണ്. ഇപ്പം നമ്മൾ ഈ പാറ്റേൺ മാറിയപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, പല ചോദ്യങ്ങളും UPSCയുടെ ചോദ്യപേപ്പറിൽ നിന്നൊക്കെ ഡയറക്റ്റ് PSC ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഏത് ടോപ്പിക് ആണെങ്കിലും ഏറ്റവും ഡീറ്റെയിൽഡ് ആയിട്ട് ഈ ഒരു ലക്ഷ്മികാന്ത് എന്ന് പറഞ്ഞ ബുക്കിലുണ്ട്. നിങ്ങൾക്ക് റെഫറൻസ് ആയിട്ട് ഈ ബുക്ക് യൂസ് ചെയ്യാം. ഈ ബുക്കിലെ എല്ലാ കാര്യങ്ങളും പഠിച്ചില്ലെങ്കിലും ഈ മൗലികാവകാശങ്ങൾ എന്നുള്ള ചാപ്റ്ററും അതുപോലെ തന്നെ മൗലിക കടമകളും DPSP ഈ മൂന്ന് ഏരിയയും നിങ്ങൾ നല്ലോണം വൃത്തിയായിട്ട് എല്ലാ ആർട്ടിക്കിളും കൃത്യമായിട്ട് പഠിക്കാം. ഇപ്പൊ ഈ പറഞ്ഞ SCERT ചാപ്റ്റേഴ്സും ഈ ലക്ഷ്മികാന്തിന്റെ ബുക്ക് നിങ്ങൾക്ക് റെഫർ ചെയ്യാം. ഓക്കെ, അടുത്ത ചോദ്യത്തിലായിട്ട് കിടക്കാം. സ്റ്റേറ്റ് ഇലക്ഷൻ കമ്മീഷൻ നിയമനവുമായിട്ട് ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാം? സ്റ്റേറ്റ് ഇലക്ഷൻ കമ്മീഷനാണ് നമ്മുടെ ടോപ്പിക്. അപ്പം അതുപോലെ ഇന്ത്യൻ ഭരണഘടനയിൽ നമ്മൾ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ, സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ, കേന്ദ്ര ധനകാര്യ കമ്മീഷൻ, സംസ്ഥാന ധനകാര്യ കമ്മീഷൻ, UPSC കേന്ദ്രത്തിൽ, നമ്മുടെ സംസ്ഥാനത്തിൽ. അതേപോലെ തന്നെ നമ്മുടെ ന്യൂനപക്ഷ കമ്മീഷൻ, പട്ടികജാതി പട്ടികവർഗ കമ്മീഷൻ, പിന്നോക്ക വിഭാഗ കമ്മീഷൻ, ഇങ്ങനെയുള്ള ഏരിയ ഒക്കെ ഉണ്ടല്ലോ. അവിടെ നമുക്ക് ചോദ്യം ചോദിക്കാറുണ്ട്. വിവരാവകാശ കമ്മീഷൻ, മനുഷ്യാവകാശ കമ്മീഷൻ, വനിതാ കമ്മീഷൻ. ഈ കമ്മീഷൻസ് ഒക്കെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മുടെ സിലബസിൽ ഇങ്ങനെ പറയുന്നുണ്ട്, ഭരണഘടനാ സ്ഥാപനങ്ങൾ എന്ന് പറഞ്ഞ ഭാഗത്താണ് ഈ പറഞ്ഞ നമ്മുടെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ, അതുപോലെ തന്നെ ധനകാര്യ കമ്മീഷൻ, പബ്ലിക് സർവീസ് കമ്മീഷൻ ഒക്കെ വരുന്നത്. ഓക്കെ, അപ്പോൾ ഈ കമ്മീഷൻസ് എല്ലാം നിങ്ങൾ പഠിക്കുമ്പോൾ കേന്ദ്രം പഠിക്കുന്നതോടൊപ്പം തന്നെ കേരളവും പഠിക്കും. നിങ്ങളിങ്ങനെ കമ്പയർ ചെയ്ത് പഠിക്കണം. അതായത് കേന്ദ്രത്തിൽ ആരാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അപ്പോയിന്റ് ചെയ്യുന്നത്, പഠിക്കുമ്പോൾ തന്നെ കേരളത്തിൽ ആരാണ് അപ്പോയിന്റ് ചെയ്യുന്നത്, കേന്ദ്രത്തിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഒരു എലിജിബിലിറ്റി എന്താണ്,
അദ്ദേഹത്തിന്റെ പ്രായപരിധി എങ്ങനെയാണ്, അത് സംസ്ഥാനത്ത് എങ്ങനെയാണ്, ഇതിങ്ങനെ കമ്പയർ ചെയ്ത് പഠിക്കണം. ഇപ്പോഴത്തെ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ആരാണ്, മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ആരാണ്, കേന്ദ്രത്തിൽ ആരാണ്, സംസ്ഥാനത്ത് ആരാണ്, ആദ്യത്തത് ആരാണ്, ഇപ്പോഴത്തെ ആരാണ്, ഇത് എന്താണെങ്കിലും ഈ കമ്മീഷൻസിനെ എല്ലാം നമ്മൾ പഠിച്ചിട്ട് പോകേണ്ടതുണ്ട്. അപ്പൊ ഇവിടെ ചോദിച്ചിട്ടുള്ളത് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷനെ പറ്റിയിട്ട് ചോദിച്ചിട്ടില്ലേ. അപ്പൊ കേന്ദ്ര തലത്തില് തെരഞ്ഞെടുപ്പ് കമ്മീഷനെ പറ്റി പറയുമ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഒരു ഭരണഘടനാ സ്ഥാപനമാണ്. അപ്പൊ ഈ കമ്മീഷനിൽ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ അപ്പോയിന്റ് ചെയ്യുന്നത് പ്രസിഡന്റ് ആണ്. അവിടെ പ്രസിഡന്റ് അപ്പോയിന്റ് ചെയ്യുന്നു, ഇവിടെ അപ്പോയിന്റ് ചെയ്യുന്നത് ഗവർണറാണ്. ഓക്കെ, നമ്മുടെ സംസ്ഥാനത്തില് നമ്മുടെ നോമിനൽ ഹെഡ് എന്ന് പറഞ്ഞ ഗവർണറാണ്. അവിടെ രാഷ്ട്രപതിക്ക് ഇക്വലന്റ് ആയിട്ട് ഇവിടെ ഗവർണറാണ്. അപ്പൊ ഇവിടെ ഈ ഒരു ഇലക്ഷൻ കമ്മീഷണർ അപ്പോയിന്റ് ചെയ്യുന്നത് ഗവർണറാണ്. നമ്മുടെ ആദ്യത്തെ സ്റ്റേറ്റ്മെന്റ് നോക്കൂ, സ്റ്റേറ്റ് ഇലക്ഷൻ കമ്മീഷണറെ നിയമിക്കുന്നത് ഗവർണറാണ്. ഇതൊരു ശരിയായ സ്റ്റേറ്റ്മെന്റ് ആണ്. ഓക്കെ, സ്റ്റേറ്റ് ഇലക്ഷൻ കമ്മീഷണർ നിയമിക്കുന്ന രാഷ്ട്രപതിയാണ്. അപ്പൊ എന്താണെങ്കിലും ഗവർണറാണ്. പറ്റേ ടൈം രണ്ടുപേർക്കും പറ്റില്ല. അപ്പൊ ഇത് എന്തായാലും തെറ്റാന്ന് നമുക്കറിയാം. അപ്പൊ നമ്മൾ ഇവിടുന്ന് 1 ശരി 2 തെറ്റുന്നൊരു അസംഷനോട്ട് എത്തി. നമ്മളോട് ചോദിച്ചിട്ടുള്ളത് എന്താണ്, ശരിയായ പ്രസ്താവനകളാണ്. അപ്പൊ നിങ്ങൾക്ക് ഇതേപോലെ സ്റ്റേറ്റ്മെന്റ് ലെവൽ ക്വസ്റ്റ്യൻസ് വരുമ്പോൾ ഫസ്റ്റ് തന്നെ നിങ്ങൾ ശരിയായ പ്രസ്താവനയാണോ തെറ്റായ പ്രസ്താവനയാണോ ആദ്യം ഒന്ന് അണ്ടർലൈൻ ചെയ്യണം, നമുക്ക് തെറ്റി പോവാതിരിക്കാൻ വേണ്ടി. അപ്പൊ ഇത് ശരിയായ പ്രസ്താവന എന്നല്ലേ ചോദിച്ചിട്ടുള്ളേ. അപ്പൊ നമുക്ക് വേണ്ടത് ശരി നമ്മുടെ ആൻസറിൽ വേണം, അത് മനസ്സിൽ ഉറപ്പിച്ചോളണം. ശരി നമ്മുടെ ആൻസറിൽ വേണം. ഇവിടെ ഓപ്ഷൻ 1 സ്റ്റേറ്റ്മെന്റ് 1 ഇത് ആൻസറിൽ ഓപ്ഷനിൽ ഉണ്ടായിരിക്കണം. അപ്പൊ നമ്മൾ ഓപ്ഷനിലോട്ട് നോക്കുമ്പോൾ 1 ഉള്ള ഒരു ഓപ്ഷൻ ആയിരിക്കുമല്ലോ എന്താണുള്ള ആൻസർ, 1 ശരിയാണ്. അപ്പൊ 1 ഇല്ലാത്ത ഓപ്ഷനൊക്കെ നമുക്ക് അവിടുന്ന് എലിമിനേറ്റ് ചെയ്ത് കളയാം. 1 ഇല്ലാത്ത ഓപ്ഷൻ കളഞ്ഞു, ഇവിടെ 1 ഇല്ല, 2, 3 നമുക്കത് കളയാം അല്ലേ. ഇവിടെ 2, 3, 4 ഇത് നമുക്ക് കളയാം, കാരണം 1 ശരിയാന്ന് നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞു. അപ്പൊ ഇതിൽ 2ലും 1 ഇല്ലാത്തതുകൊണ്ട് നമ്മൾ അത് കളഞ്ഞു. അപ്പൊ നമുക്ക് 50-50 ആയില്ലേ ആൻസർ കണ്ടുപിടിക്കാനുള്ള പ്രോബബിലിറ്റി. അപ്പോൾ ഐദർ ബി ആയിരിക്കാം അല്ലെങ്കിൽ ഡി ആയിരിക്കാം. അല്ല, ഡിയിലും ഇല്ല അല്ലെ, ഡിയിലും ഇല്ല, ഒന്നില്ല. സോ ആ ഒരു ഒറ്റ സ്റ്റേറ്റ്മെന്റ് വായിച്ചപ്പോൾ തന്നെ നമ്മൾ ആൻസറിലോട്ട് വന്നു കഴിഞ്ഞു. ബാക്കി നിങ്ങൾക്ക് വായിക്കേണ്ട ആവശ്യം കൂടി ഇല്ല. ഇതിന്റെ ആൻസർ നിങ്ങൾ കണ്ണടിച്ചു കൊടുത്തു, ഇത് ശരിയായിരിക്കും, 1, 3, 4 ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഒരു ചോദ്യം കാണുമ്പോൾ സപ്പോസ് നമുക്ക് അതിൽ 3, 4 സ്റ്റേറ്റ്മെന്റ് തന്നോട്ടെ, ചിലപ്പോൾ ഒരു സ്റ്റേറ്റ്മെന്റ് അറിഞ്ഞാൽ മതി. ആ ഒരു ഒറ്റ സ്റ്റേറ്റ്മെന്റ് വെച്ച് ഈ ഒരു എലിമിനേഷൻ മെത്തേഡിലൂടെ നമുക്ക് ആൻസറിലോട്ട് വരാൻ പറ്റും. അപ്പൊ എല്ലാ ചോദ്യങ്ങളെയും നമ്മൾ കോൺഫിഡൻസോട് കൂടിയിട്ട് നേരിടണം. നമുക്ക് അറിയാവുന്ന ഏതെങ്കിലും ഒരു ഓപ്ഷൻ അതിനകത്ത് ഉണ്ടാകുമെന്ന് നിങ്ങൾ വിചാരിക്കണം. ഓക്കെ, ഇതിൽ നോക്കി കാലാവധി 65 വയസ്സ് തികയുന്നത് വരെയോ അല്ലെങ്കിൽ പരമാവധി 5 വർഷമോ ആകുന്നു. അത് ശരിയായ സ്റ്റേറ്റ്മെന്റ് ആണ്. അതുപോലെ ഇന്ത്യൻ ഭരണഘടന അനുച്ഛേദം 243K പ്രകാരമാണ് സ്റ്റേറ്റ് ഇലക്ഷൻ കമ്മീഷനെ നിയമിക്കുന്നത്. അപ്പൊ സ്റ്റേറ്റ് ഇലക്ഷൻ കമ്മീഷന്റെ ആർട്ടിക്കിൾ ഇവിടെ പറയുന്നുണ്ട്, സ്റ്റേറ്റ് ഇലക്ഷൻ കമ്മീഷണറുടെ ആ ഒരു കാലാവധി ഇവിടെ പറയുന്നുണ്ട്, അപ്പോയിന്റ് ചെയ്യുന്നത് ആരാന്ന് പറയുന്നുണ്ട്. അപ്പൊ കൃത്യമായിട്ട് അറിഞ്ഞിരിക്കുക, ഇന്ത്യൻ ഭരണഘടനയുടെ ആർട്ടിക്കിൾ 243Kയിലെ ക്ലോസ് 1 പ്രകാരം കേരള ഗവർണറാണ് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷണറെ നിയമിക്കുന്നത്. കേരള ഗവർണറാണ് നിയമിക്കുന്നത്. സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷണറുടെ കാലാവധി അദ്ദേഹം ചുമതലയേറ്റ തീയതി മുതൽ 5 വർഷത്തേക്കാണ്, അല്ലെങ്കിൽ അദ്ദേഹത്തിന് 65 വയസ്സ് തികയുന്നത് വരെയാണ്. 65 വയസ്സാണ് ആദ്യം തികയണമെങ്കിൽ 65 വയസ്സാകുമോ, അല്ല 5 വർഷമാണ് ആദ്യം പൂർത്തിയാക്കണമെന്നുണ്ടെങ്കിൽ 5 വർഷം വരെയാണ് അദ്ദേഹത്തിന്റെ കാലാവധി പറയുന്നത്. അതുപോലെ അപ്പോയിന്റ്മെന്റ് ഗവർണറാണ്, ആർട്ടിക്കിൾ 243K ആണ്. ഓക്കെ, അടുത്ത ചോദ്യം നോക്കാം. താഴെ പറയുന്നവയിൽ ഭരണഘടനാ സ്ഥാപനം അല്ലാത്തത് ഏത്? ഓപ്ഷൻസിന്റെ അകത്ത് കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ, സംസ്ഥാന ധനകാര്യ കമ്മീഷൻ, സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ, സംസ്ഥാന വിവരാവകാശ കമ്മീഷൻ. ഞാൻ മുന്നേ പറഞ്ഞ കമ്മീഷൻസ് ഒക്കെ ഉണ്ട് ഇവിടെ. അപ്പൊ ഇതിൽ നമ്മൾ അറിയേണ്ട കാര്യമുണ്ട്, എല്ലാ കമ്മീഷൻസും ഇതേപോലെ ഭരണഘടനാ സ്ഥാപനം അല്ല. അപ്പൊ ഏതൊക്കെയാണ് ഭരണഘടനാ സ്ഥാപനത്തിൽ പെടുന്നത് എന്നുള്ള ഒരെണ്ണം. ഭരണഘടനാ സ്ഥാപനം എന്ന് പറഞ്ഞിട്ട് കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡീസ് മാത്രം പഠിച്ചു വെക്കുക. അപ്പൊ അതല്ലാത്തതൊക്കെ നമുക്ക് സ്റ്റാറ്റ്യൂട്ടറി ബോഡീസ് എന്ന് അറിയാൻ പറ്റും. അപ്പൊ എങ്ങനെയാണ് ഈ ഭരണഘടനാ സ്ഥാപനം ആണോ അല്ലയോ എന്ന് മനസ്സിലാക്കുന്നത്? ഭരണഘടനാ സ്ഥാപനം എന്ന് പറഞ്ഞാൽ അവർക്ക് ഇന്ത്യൻ ഭരണഘടനയിൽ പറഞ്ഞിട്ടുള്ള സ്ഥാപനങ്ങളാണ്, അവർക്ക് സ്വയംഭരണ അധികാരമുണ്ട്. ഓക്കെ, അപ്പൊ ഏതൊക്കെയാണ് ഭരണഘടനാ സ്ഥാപനം എന്നുള്ള അറിഞ്ഞിരിക്കണം. അത് നിങ്ങൾ ഇങ്ങനെ ഓർത്താൽ മതി. നമ്മൾ ഈ പറഞ്ഞ ഏതെങ്കിലുമൊക്കെ ഈ പറഞ്ഞ കമ്മീഷൻസിന് ഏതിനെങ്കിലുമൊക്കെ ആർട്ടിക്കിൾ നമുക്ക് പഠിക്കാനുണ്ടോ എന്നുള്ളത് നിങ്ങൾ ആലോചിക്കുക. ഏതിൻ്റെങ്കിലും ആർട്ടിക്കിൾ. കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ, അതിന്റെ ഏതെങ്കിലും ഒരു ആർട്ടിക്കിൾ നിങ്ങൾ കേട്ടിട്ടുണ്ടോ? PSC പ്രിപ്പയർ ചെയ്യുന്നവർ എപ്പോഴും പറയാറുണ്ട്, PSC എക്സാം കഴിയുന്ന സമയം നോർമലി 3:15 ആണല്ലോ അല്ലെ, 3:15, 3:15. ഞാനത് 315 എന്ന് പറയാം. ഈ 315 എന്ന് പറഞ്ഞാൽ അപ്പൊ PSCയുടെ ആർട്ടിക്കിളാന്ന് ഓർക്കുക. പബ്ലിക് സർവീസ് കമ്മീഷന്റെ, കേരള പബ്ലിക് സർവീസ് കമ്മീഷനായിട്ട് ബന്ധപ്പെട്ട ആർട്ടിക്കിൾ 312, 315 ഒക്കെ PSC റിലേറ്റഡ് ആയിട്ടുള്ള ആർട്ടിക്കിൾസ് ആണ്. അപ്പൊ ഇതിനൊരു ആർട്ടിക്കിൾ ഉണ്ട്. ആർട്ടിക്കിൾ ഉണ്ടെങ്കിൽ ഇത് എന്താണ്, ഭരണഘടനാ സ്ഥാപനം ആണോ അല്ലയോ? ആർട്ടിക്കിൾ ഉണ്ടെങ്കിൽ ഭരണഘടനാ സ്ഥാപനമാണ്. നമ്മോട് ചോദിച്ചേക്കണേ എന്താ, ഭരണഘടനാ സ്ഥാപനം അല്ലാത്തത് ഏത്? അപ്പൊ ഈ അല്ലാത്തത് നിങ്ങൾ ആദ്യമേ തന്നെ മാർക്ക് ചെയ്യുക കേട്ടോ. നമുക്ക് അല്ലാത്തതാണ് വേണ്ടത്, അത് ശ്രദ്ധിക്കണം. നമ്മുടെ ആൻസറിൽ ഭരണഘടനാ സ്ഥാപനം ആണെങ്കിൽ അത് നമുക്ക് വേണ്ട, നമുക്ക് ഭരണഘടനാ സ്ഥാപനം അല്ലാത്തതാ വേണ്ടേ. ഓക്കെ, നമ്മുടെ ഓപ്ഷനിൽ ഭരണഘടനാ സ്ഥാപനങ്ങൾ വരാൻ പാടില്ല. ഇപ്പൊ ഇവിടെ 1 ഭരണഘടനാ സ്ഥാപനം ആണോ? നമ്മുടെ ആൻസറിൽ 1 വരാൻ പാടുണ്ടോ? പാടില്ല. നമുക്ക് ഭരണഘടനാ സ്ഥാപനം അല്ലാത്തതാണ് വേണ്ടത്. അപ്പൊ 1 നമുക്ക് വരാൻ പാടില്ല, നമ്മുടെ ഓപ്ഷനിൽ 1 വരാൻ പാടില്ല. അപ്പൊ ഓപ്ഷനിൽ 1 ഉണ്ടെങ്കിൽ നമ്മൾ കട്ട് ചെയ്ത് കളയും കേട്ടോ.
ആൻസറിൽ ഒന്നുണ്ടോ എന്ന് നോക്കിക്കേ. ഇവിടെ രണ്ടിടത്തുണ്ട് അല്ലെ, ബിയിലുണ്ട് അതുപോലെ തന്നെ ഡിയിലും ഉണ്ട്. നമ്മൾ കട്ട് ചെയ്ത് കളഞ്ഞു. വീണ്ടും നമുക്ക് 2 ഓപ്ഷൻ വന്നു. ഇവിടെ നിങ്ങൾ നോക്കിക്കേ, 2ഉം 3ഉം 3ഉം 4ഉം. ഇപ്പൊ 2ലും 3 കോമൺ ആണ്. അപ്പൊ ഒരു കാര്യം ഉറപ്പാണ്, 3 എന്തായാലും ഭരണഘടനാ സ്ഥാപനം അല്ല. ഇനി 2 ആണോ 4 ആണോ ഭരണഘടനാ സ്ഥാപനം അല്ലാത്തെന്നൊന്ന് ഉറപ്പിച്ചാൽ മാത്രം മതി. അപ്പൊ നമുക്ക് 3നെ പറ്റി വ്യക്തമായ ധാരണ ഇല്ലെങ്കിൽ പോലും നമുക്ക് ഉറപ്പിക്കുക എന്ത്, 3 ഭരണഘടനാ സ്ഥാപനം അല്ല അല്ലെ. സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ ഭരണഘടനാ സ്ഥാപനം അല്ല. സോ നമ്മുടെ ആൻസറിൽ ഇത് വരും. മനുഷ്യാവകാശ കമ്മീഷന്റെ ആർട്ടിക്കിളും നമ്മൾ പഠിക്കുന്നില്ല അല്ലെ. അപ്പൊ ഇതെന്താണെങ്കിലും ഭരണഘടനാ സ്ഥാപനം അല്ല. ഇനി ഉള്ളതിൽ 2 ആണോ 4 ആണോ ഭരണഘടനാ സ്ഥാപനം അല്ലാത്തത്. അപ്പൊ ഇതിൽ ഏതിനാണ് ആർട്ടിക്കിൾ ഇല്ലാത്തതെന്ന് നോക്കിയാൽ മതി. 2 ഏതാ, സംസ്ഥാന ധനകാര്യ കമ്മീഷൻ. ധനകാര്യ കമ്മീഷൻ ആർട്ടിക്കിൾ ഉണ്ടോ? ഉണ്ടല്ലേ. ഫിനാൻസ് കമ്മീഷൻ ആർട്ടിക്കിൾ ഉണ്ട്, അതൊരു ഭരണഘടനാ സ്ഥാപനമാണ്. സംസ്ഥാന വിവരാവകാശ കമ്മീഷൻ ഭരണഘടനാ സ്ഥാപനം അല്ല. അത് മാത്രമല്ല, നമുക്കറിയാലോ വിവരാവകാശ കമ്മീഷൻ എന്നാ നിലവിൽ വരുന്നത്, 2005 നിലവിൽ വരുന്നത്. ഇന്ത്യൻ ഭരണഘടനയിൽ പറഞ്ഞിട്ടുള്ള കമ്മീഷൻസ് ഒക്കെയാണ് കോൺസ്റ്റിറ്റ്യൂഷൻ ബോഡിയിൽ വരുന്നത്. അപ്പൊ ഇത് എന്താണെങ്കിലും വരില്ല. സോ ഏതാണ് നമുക്ക് ആൻസർ വേണ്ടത്? ഇത് രണ്ടുമാണ് വേണ്ടത്. 3ഉം 4ഉം ആയിരിക്കും അപ്പൊ നമ്മുടെ ആൻസർ ആയിട്ട് വരുന്നത്. ഓപ്ഷൻ സി ആണ് ഭരണഘടനാ സ്ഥാപനങ്ങൾ അല്ലാത്തത്. ക്ലിയർ ആയോ? അപ്പൊ ഭരണഘടനാ സ്ഥാപനങ്ങൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സ്വയം ഭരണവും സ്വതന്ത്ര അധികാരങ്ങളുമുള്ള ഇന്ത്യൻ ഭരണഘടനാ പ്രകാരം നിലവിൽ വന്ന സ്ഥാപനങ്ങൾക്കാണ് ഭരണഘടനാ സ്ഥാപനങ്ങൾ എന്ന് പറയുന്നത്. സ്വയംഭരണ അധികാരമുണ്ട്, സ്വതന്ത്ര അധികാരമുണ്ട്, സ്വയംഭരണമുണ്ട്. ഓക്കെ. സർക്കാരുകൾക്കോ കോടതികൾക്കോ ഇവയെ നിയന്ത്രിക്കാൻ അധികാരമില്ല. ഇവയെ നിയന്ത്രിക്കാൻ സർക്കാരിനോ കോടതിക്കോ ഒന്നും അധികാരമില്ല. ഇത്തരം സ്ഥാപനങ്ങളിലെ ആർക്കെങ്കിലും എതിരെ നടപടിയെടുക്കാൻ ആർക്കേ അധികാരമുള്ളൂ? പാർലമെന്റിന് മാത്രമേ അധികാരമുള്ളൂ. അപ്പൊ പവറുള്ള ബോഡീസ് ആണ് അല്ലെ, ഭരണഘടനാ സ്ഥാപനങ്ങളാണ്. അവയ്ക്ക് ആർട്ടിക്കിൾ ഉണ്ടാവും. അപ്പൊ നിങ്ങൾ ആർട്ടിക്കിൾസ്, പ്രധാനപ്പെട്ട ആർട്ടിക്കിൾസ് എല്ലാം നമ്മൾ എന്തായാലും എക്സാമിന് പോകുമ്പോൾ പഠിക്കണം. ഈ കമ്മീഷൻസിന്റെ ഒക്കെ നമ്മൾ ആർട്ടിക്കിൾ പഠിക്കണം. അപ്പൊ ആർട്ടിക്കിൾ നമ്മൾ പെട്ടെന്ന് ഓർത്താൽ മതി. വിവരാവകാശ കമ്മീഷനും മനുഷ്യാവകാശ കമ്മീഷനും വനിതാ കമ്മീഷനും നമ്മൾ ആർട്ടിക്കിൾസ് ഒന്നും പഠിക്കുന്നില്ല. അതേസമയം ധനകാര്യ കമ്മീഷൻ ഉണ്ട്, പബ്ലിക് സർവീസ് കമ്മീഷൻ ഉണ്ട്, അറ്റോർണി ജനറൽ ഉണ്ട്, CAG ഉണ്ട്, പിന്നോക്ക വിഭാഗ കമ്മീഷൻ ഉണ്ട്, അതുപോലെ പട്ടികജാതി പട്ടികവർഗ കമ്മീഷൻ ഉണ്ട്. ഇതിനൊക്കെ നമ്മൾ ആർട്ടിക്കിൾസ് പഠിക്കുന്നുണ്ട്. അപ്പൊ ഇതൊക്കെ ഭരണഘടനാ സ്ഥാപനങ്ങളാണ്. അങ്ങനെ വേണം നമ്മൾ മനസ്സിലാക്കാനായിട്ട്. ഓക്കെ. ഭരണഘടനാ സ്ഥാപനങ്ങൾക്ക് എക്സാമ്പിൾസ് ആണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ, പബ്ലിക് സർവീസ് കമ്മീഷൻ, ധനകാര്യ കമ്മീഷൻ, CAG, അറ്റോർണി ജനറൽ, പട്ടികജാതി കമ്മീഷൻ, പട്ടികവർഗ കമ്മീഷൻ, പിന്നാക്ക വിഭാഗ കമ്മീഷൻ അല്ലെ. പട്ടികജാതി കമ്മീഷന്റെ ആർട്ടിക്കിൾ എത്രയാണ്? 338. പട്ടികവർഗ കമ്മീഷന്റെ ആർട്ടിക്കിൾ 338A. പിന്നോക്ക വിഭാഗ കമ്മീഷന്റെ ആർട്ടിക്കിൾ 338B. അപ്പൊ ഇതെല്ലാം നമ്മൾ കൃത്യമായിട്ട് പഠിച്ചുകൊണ്ട് പോകേണ്ട ആർട്ടിക്കിൾസ് ആണ്. അപ്പോൾ പബ്ലിക് സർവീസ് കമ്മീഷൻ, ധനകാര്യ കമ്മീഷൻ, CAG, അറ്റോർണി ജനറൽ എല്ലാത്തിൻ്റെയും അപ്പോയിന്റ്മെന്റ് ആരാണ്, ഇവരുടെ കാലാവധി, ഇപ്പോഴത്തെ കറന്റ്ലി ഇപ്പോഴത്തെ നിലവിലത്തെ CAG ആരാണ്, നിലവിലെ പട്ടികജാതി കമ്മീഷന്റെ ചെയർമാൻ ആരാണ്, ഇതെല്ലാം നമ്മൾ കൃത്യമായിട്ട് പഠിച്ചിരിക്കും. നമ്മുടെ സിലബസിൽ പറഞ്ഞിട്ടുണ്ട് ഭരണഘടനാ സ്ഥാപനങ്ങൾ. അപ്പൊ അവിടെ നിന്ന് എന്താണെങ്കിലും ചോദ്യം നമുക്ക് പ്രതീക്ഷിക്കാവുന്ന ഒരു ഏരിയയാണ്. ഇപ്പൊ മൗലികാവകാശങ്ങൾ പറഞ്ഞ പോലെ ഈ ഭരണഘടനാ സ്ഥാപനങ്ങൾ സിലബസിലുണ്ടെങ്കിൽ മസ്റ്റ് ആയിട്ടും ഏതെങ്കിലും ഒരു കമ്മീഷൻ നമുക്ക് ചോദ്യം ഉണ്ടാകും. അപ്പൊ ആ രീതിയിൽ നിങ്ങൾ പ്രിപ്പയർ ചെയ്യണം. ക്ലിയർ ആയോ? ഇനി അടുത്ത ചോദ്യം, ഇന്ത്യയിലെ സംസ്ഥാന ഗവർണറായി നിയമിക്കപ്പെടുന്നതിനുള്ള യോഗ്യതകൾ വിവരിക്കുന്ന ഭരണഘടന ആർട്ടിക്കിൾ ഏതാണ്? സംസ്ഥാന ഗവർണറായി നിയമിക്കപ്പെടുന്നതിനുള്ള യോഗ്യതകളാണ്. സംസ്ഥാന ഗവർണറുടെ യോഗ്യതയാണ്. യോഗ്യതയെ പറ്റി പറയുന്ന ആർട്ടിക്കിൾ ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ അത് നിങ്ങളിങ്ങനെ കണക്ട് ചെയ്ത് ഓർത്തു വെക്കുക. അതായത് നമുക്കറിയാം, നമ്മുടെ രാഷ്ട്രത്തിന്റെ, നമ്മുടെ ഇന്ത്യയുടെ നോമിനൽ ഹെഡ് എന്ന് പറയുന്നത് ആരാണ്? ഇന്ത്യൻ പ്രസിഡന്റ് ആണ്. പ്രധാനമന്ത്രിയാണ് റിയൽ ഹെഡ്, ബട്ട് നോമിനൽ ഹെഡ് പ്രസിഡന്റ് ആണ്. പ്രസിഡന്റിന്റെ ആർട്ടിക്കിൾ 52 എന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. 52 പ്രസിഡന്റിന്റെ. ഇത് നമ്മുടെ സംസ്ഥാനത്തേക്ക് വരുമ്പോൾ ഈ പറഞ്ഞ നോമിനൽ ഹെഡ് നമ്മുടെ ഗവർണറാണ്. അപ്പൊ ഗവർണറുടെ ആർട്ടിക്കിൾ ഓർത്ത് വെക്കാനായിട്ട് ഇങ്ങനെ കണക്ട് ചെയ്ത് പഠിക്കാം. പ്രസിഡന്റിന്റെ 52 ആണെങ്കിൽ ഗവർണറുടെ ഒരു 53 ആക്കുക, ഇവിടെ ഒരു 1 കൊടുക്കുക. 153 എന്നാണ് ഗവർണറുടെ ആർട്ടിക്കിൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഓക്കെ. അപ്പൊ 52 പ്രസിഡന്റുമായിട്ട് ബന്ധപ്പെട്ട് സ്റ്റാർട്ട് ചെയ്യുന്ന ആർട്ടിക്കിളാണ്. 153 ഒരു ഗവർണർ ഉണ്ടായിരിക്കണം എന്ന് പറയുന്ന ആർട്ടിക്കിളാണ്. ഇനി നമ്മൾ ഇത്രയും മാത്രമൊക്കെ നമുക്ക് പ്രിലിംസിന് അറിഞ്ഞിരുന്നാൽ മതി. പക്ഷെ ഒരു മെയിൻസ് ലെവലിലോട്ട് വരുമ്പോൾ നമുക്ക് ഈ ഒരു ആർട്ടിക്കിൾ മാത്രം അറിഞ്ഞാൽ പോരാ. പിന്നെ അതിന്റെ താഴെയായിട്ട് ഈ പ്രസിഡന്റിന്റെ ആണെങ്കിലും ഗവർണറുടെ ആണെങ്കിലും എലിജിബിലിറ്റി പറയുന്ന ആർട്ടിക്കിൾ ഉണ്ട്, ഇവരുടെ ഇപ്പൊ പാർഡനിങ് പവറിനെ പറ്റി പറയുന്ന ആർട്ടിക്കിൾ ഉണ്ട്, പിന്നെ ഇവരുടെ ഓത്തിനെ പറ്റി പറയുന്ന ആർട്ടിക്കിൾ ഉണ്ട്, ഇവരുടെ എലിജിബിലിറ്റിനെ പറ്റി പറയുന്ന ആർട്ടിക്കിൾ ഉണ്ട്. അപ്പൊ ആ ഇമ്പോർട്ടന്റ് ആർട്ടിക്കിൾസ് എല്ലാം നമ്മൾ പഠിച്ചുകൊണ്ട് പോകണം. ഓക്കെ. അപ്പൊ ഗവർണറുമായിട്ട് ബന്ധപ്പെട്ട് നോക്കുകയാണെങ്കിൽ ആർട്ടിക്കിൾ 153 സംസ്ഥാനങ്ങളുടെ ഗവർണർമാരെ പറ്റി പറയുന്നു. ആർട്ടിക്കിൾ 154 സംസ്ഥാനത്തിന്റെ എക്സിക്യൂട്ടീവ് അധികാരം. സംസ്ഥാനത്തിന്റെ എക്സിക്യൂട്ടീവ് ഹെഡ് ആരാണ്? ഗവർണറാണ്. അപ്പൊ ഗവർണറുടെ ആ ഒരു എക്സിക്യൂട്ടീവ് അധികാരമാണ് 154 പറയുന്നത്. 155 ഗവർണറുടെ അപ്പോയിന്റ്മെന്റ് ആണ്, നിയമനമാണ് പറയുന്നത്. 156 ഗവർണറുടെ കാലാവധിയാണ് പറയുന്നത്. കാലാവധി. 157 ഗവർണറായിട്ട് നിയമിക്കുന്നതിനുള്ള യോഗ്യതകൾ. നിങ്ങൾ എന്തെങ്കിലും കോഡൊക്കെ വെച്ചിട്ട് ഓർത്ത് വെക്കാൻ ശ്രമിക്കുക. അപ്പൊ ആദ്യത്തെ 153 ഇനി 154 എക്സിക്യൂട്ടീവ് അധികാരമാണ് പറയണത്. 155 എന്ത്? നിയമനം പറഞ്ഞത്. 5 അപ്പോയിന്റ്മെന്റ് പറഞ്ഞത്. 5 അപ്പോയിന്റ്മെന്റ്
അങ്ങനെയൊക്കെ ഒന്ന് കണക്ട് ചെയ്ത് വെക്കുക. പിന്നെ 186 എന്ന് പറയുമ്പോൾ ടേം ആണ്, ഗവർണറുടെ ടേം ആണ് അല്ലേ. ഈ ടേമിൽ ഈ 6 സൈലന്റ് അല്ലേ, ആ 6 ഇവിടെ കാണുന്നത് ഒന്ന് ഓർത്ത് വെച്ചാൽ മതി. അപ്പൊ ഗവർണറുടെ ടേം അല്ലെങ്കിൽ കാലാവധി പറഞ്ഞത് 156. ഇനി 7 എന്താണ്? യോഗ്യതയാണ്. 7 ഗുണം എന്നൊക്കെ പറയില്ലേ, 7 ഗുണമുള്ളവൻ എന്നൊക്കെ പറയില്ല, അതേപോലെ ഒന്ന് കണക്ട് ചെയ്താൽ മതി. യോഗ്യതയാണ്, 7 ഗുണങ്ങളും നിറഞ്ഞ ആളാണ് ഗവർണർ എന്നൊക്കെ ഒന്ന് കണക്ട് ചെയ്ത് വെക്കുക. ജസ്റ്റ് ഓർക്കാൻ വേണ്ടി പറഞ്ഞാണ് കേട്ടോ, ആ സെൻസിൽ എടുക്കണേ. അപ്പൊ 157 എന്താണ്? ഗവർണറുടെ യോഗ്യതയെ പറ്റി പറയുന്നതാണ്. ഇപ്പൊ തന്നെ നിങ്ങൾ പഠിച്ചോ. 153 ഗവർണറെ സംസ്ഥാനങ്ങളുടെ ഗവർണർമാരെ പറ്റി പ്രതിപാദിക്കുന്ന ആർട്ടിക്കിളാണ്. 186 വരുമ്പോൾ ആ 6 ടേം ആണെന്ന് ഓർക്കുക. അവരുടെ ആ ഒരു കാലാവധിയാണ് പറഞ്ഞത്. 5 അപ്പോയിന്റ്മെന്റ് ആണ്, 7 യോഗ്യതയാണ്. സോ നമ്മുടെ ക്വസ്റ്റിന്റെ ആൻസർ എന്താണ്? ഗവർണറുടെ യോഗ്യതയെ പറ്റി പറയുന്ന ആർട്ടിക്കിൾ 157 ഓപ്ഷൻ ബി ആണ്. ഓക്കെ, അടുത്ത ചോദ്യം. ഗവർണറുടെ ആർട്ടിക്കിൾസിൽ 1-2 എണ്ണം കൂടെ ഉണ്ട്. 158 ഗവർണറുടെ ഓഫീസിന്റെ വ്യവസ്ഥകൾ. 8 ഓഫീസിന്റെ വ്യവസ്ഥകളാണ് കേട്ടോ. 8 ഒരു ഓഫീസ് പോലെ ഇങ്ങനെ ഓർത്താൽ മതി. ഗവർണറുടെ ഓഫീസ് ഫുള്ള് ക്യാബിനൊക്കെ ആയിട്ട് ഫുൾ കവർ ചെയ്തിട്ട് അങ്ങനെ ഒന്ന് കണക്ട് ചെയ്ത് വെക്കുക. 8 ഓഫീസിന്റെ വ്യവസ്ഥയാണ്. 159 9 ഓത്ത്. അപ്പോൾ ഒരു ഓ കണക്ട് ചെയ്യാം. 159 ഓത്താണ്. അപ്പോൾ 153 ഗവർണറെ പറ്റി പറയുന്നു. 5 അപ്പോയിന്റ്മെന്റ്, 6 ടേം ആണ്, 7 എന്താണ്? ഗുണങ്ങൾ, യോഗ്യതയാണ് പറയുന്നത്. 8 ഓഫീസാണ്, 9 ഓത്താണ്. 160 ഗവർണറുടെ ചുമതലകളാണ് പറഞ്ഞത് കേട്ടോ. ചുമതലകൾ ചില ആകസ്മിക സാഹചര്യങ്ങളിൽ ഗവർണറുടെ ചുമതലകളെ പറ്റിയിട്ട് പറഞ്ഞാണ് 160. 161 ഗവർണറുടെ മാപ്പ് നൽകാനുള്ള അധികാരമാണ് പറഞ്ഞത് കേട്ടോ. ഗവർണർക്ക് ചില ശിക്ഷകൾക്കൊക്കെ താൽക്കാലികമായിട്ട് നിർത്തിവെക്കാനും ഒഴിവാക്കാനും ഒക്കെ പറയാനുള്ള അധികാരമൊക്കെ ഉണ്ട്. അതാണ് 161 പറഞ്ഞത്. 162 സംസ്ഥാനത്തിന്റെ എക്സിക്യൂട്ടീവ് അധികാരത്തിന്റെ വ്യാപ്തി പറയുന്നു. ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ആർട്ടിക്കിൾസ് അത് പ്രസിഡന്റിന്റെ ആണെങ്കിലും വൈസ് പ്രസിഡന്റിന്റെ ആണെങ്കിലും ഗവർണറുടെ ആണെങ്കിലും മസ്റ്റായിട്ട് പഠിച്ചിരിക്കുക. ഓക്കെ, അടുത്ത ചോദ്യം. ഇന്ത്യയിലെ സാർവത്രിക പ്രായപൂർത്തി വോട്ടവകാശവുമായിട്ട് ബന്ധപ്പെട്ട് താഴെ കൊടുത്തിരിക്കുന്നവയിൽ ശരിയായ പ്രസ്താവനകൾ ഏവ? ഓക്കെ, സാർവത്രിക പ്രായപൂർത്തി വോട്ടവകാശവുമായിട്ട് ബന്ധപ്പെട്ട് താഴെ കൊടുത്തിരിക്കുന്നവയിൽ ശരിയായ പ്രസ്താവനകൾ ഏവ എന്നാണ് ചോദിച്ചിട്ടുള്ളത്. 1950 ജനുവരി 26 ഭരണഘടന നിലവിൽ വന്നത് മുതൽ സാർവത്രിക പ്രായപൂർത്തി വോട്ടവകാശം നിലവിൽ വന്നു. നമുക്ക് എല്ലാവർക്കും അറിയാലോ, യൂണിവേഴ്സൽ അഡൽട്ട് ഫ്രാഞ്ചൈസി എന്താണ്? 18 വയസ്സിന് മേലെ പ്രായപൂർത്തിയായ എല്ലാവർക്കും അല്ലെ, ജാതി മതവും വർണ്ണം ലിംഗവും ഭാഷ ഒന്നും നോക്കാൻ നമുക്ക് എല്ലാവർക്കും വോട്ട് ചെയ്യാൻ പറ്റും. സിംപ്ലി അത്രയേ ഉള്ളൂ. അപ്പൊ ഇവിടെ നമ്മൾ പഠിക്കേണ്ടത് എന്ന് നിലവിൽ വന്നു നമ്മൾ അറിഞ്ഞിരിക്കണം. ഇതിന്റെ ആർട്ടിക്കിൾ നമ്മൾ അറിഞ്ഞിരിക്കണം. അടുത്ത സ്റ്റേറ്റ്മെന്റ് നോക്കൂ. ഭരണഘടന അനുച്ഛേദം 327 സാർവത്രിക പ്രായപൂർത്തി വോട്ടവകാശത്തെ പരാമർശിക്കുന്നു. ആണോ അല്ലയോ? കൃത്യമായിട്ട് അറിഞ്ഞിരിക്കണം നമ്മള്. പിന്നെ 1989 61 ഭരണഘടനാ ഭേദഗതി പ്രകാരം വോട്ടിംഗ് പ്രായം 21 നിന്നും 18 കുറച്ചു. അപ്പൊ 89 61 ഭേദഗതി ഉണ്ട്. ആ ഭേദഗതിയിൽ എന്താണ് പറഞ്ഞിട്ടുള്ളത്? അപ്പൊ ഇമ്പോർട്ടന്റ് അമെന്റ്മെന്റ്സ് എന്ന് പറഞ്ഞിട്ട് നമുക്കൊരു ഭാഗമുണ്ട്. ആ ഇമ്പോർട്ടന്റ് അമെന്റ്മെന്റ്സിൽ സിലബസിൽ ചില അമെന്റ്മെന്റ്സ് എടുത്ത് പറഞ്ഞിട്ടുണ്ട്. അത് 42 അമെന്റ്മെന്റ്, 44 അമെന്റ്മെന്റ്, 52 അമെന്റ്മെന്റ്, 73 74 ഒക്കെ പറയുന്നുണ്ട്. അപ്പൊ ആ കൂടെ നമ്മൾ കുറച്ച് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള അമെന്റ്മെന്റ്സ് നിങ്ങൾ സെലക്ട് ചെയ്ത് എന്താണെങ്കിലും പഠിച്ചിട്ട് പോകണം എക്സാമിനേഷന്. അപ്പൊ അതിൽ അങ്ങനെ നമ്മൾ സെലക്ട് ചെയ്ത് പഠിക്കേണ്ട ഒരു അമെന്റ്മെന്റ് ആണ് 61ാമത്തെ അമെന്റ്മെന്റ് അഥവാ ഭരണഘടന ഭേദഗതി എന്ന് പറഞ്ഞത്. അപ്പൊ ഇതില് നമ്മൾ ഏത് ചാപ്റ്ററിലാണ് ഇതിനെപ്പറ്റി പറഞ്ഞിട്ടുള്ളതെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഒരു സ്റ്റേറ്റ്മെന്റ് കൂടെ ഉണ്ട്. ജാതിമത വർഗ ഭാഷ ലിംഗ പ്രദേശ വ്യത്യാസങ്ങൾ ഇല്ലാതെ പ്രായപൂർത്തിയായ എല്ലാവർക്കും തിരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യാനുള്ള അവകാശമാണ് സാർവത്രിക പ്രായപൂർത്തി വോട്ടവകാശം. ഇത് ശരിയല്ലേ? ഇപ്പൊ ഞാൻ പറഞ്ഞതേ ഉള്ളൂ. നമുക്കറിയാം, നമുക്ക് എല്ലാവർക്കും അറിയാം. കാരണം വോട്ട് ചെയ്യാൻ നേരത്ത് ആരുടെയും ജാതി മതമോ വർഗമോ ലിംഗമോ ഭാഷയോ ഒന്നും ചോദിക്കാറില്ല അല്ലെ. അപ്പൊ എല്ലാവർക്കും പ്രായപൂർത്തിയായ എല്ലാവർക്കും വോട്ട് ചെയ്യാനുള്ള അവകാശമാണ്. അപ്പൊ ഇതെന്താണെങ്കിലും ശരിയാണ്. സ്റ്റേറ്റ്മെന്റ് 4 എന്താണെങ്കിലും ശരിയാണ്. അപ്പൊ ആൻസറിലൂടെ 4 ഉണ്ടെന്ന് ഉറപ്പാണല്ലോ. 4 ഉള്ള ആൻസർ ഏതാണ്? ഇവിടെ എല്ലായിടത്തും 4 ഉണ്ട്. അപ്പൊ നമുക്ക് അത് വെച്ചിട്ട് കണ്ടുപിടിക്കാൻ പറ്റില്ല അല്ലെ. അപ്പം നമ്മുടെ 9th സ്റ്റാൻഡേർഡ് SCERT-യിൽ 8ാമത്തെ ചാപ്റ്റർ പാർട്ട് 1 വോളിയം 2 അങ്ങനെ ഒരു ചാപ്റ്റർ ഉണ്ട്, തിരഞ്ഞെടുപ്പും ജനാധിപത്യവും. ഈ ചാപ്റ്ററിൽ ഇതിനെ പറ്റിയിട്ട് പറയുന്നുണ്ട്, വോട്ടവകാശത്തെ പറ്റിയിട്ട് പറയുന്നുണ്ട്. ആർട്ടിക്കിൾ 326 തിരഞ്ഞെടുക്കപ്പെട്ട ഗവൺമെന്റിന്റെ എല്ലാ തലങ്ങളിലുമുള്ള തെരഞ്ഞെടുപ്പുകളുടെ അടിസ്ഥാനമായിട്ട് സാർവത്രിക പ്രായപൂർത്തി വോട്ടവകാശം നിർവചിക്കുന്നു എന്ന് അതിൽ പറയുന്നുണ്ട്. അപ്പൊ എപ്പോഴും ഓർത്തോളാം, 3 × 2 6 അല്ലേ. ഇത് സാർവത്രിക പ്രായപൂർത്തി വോട്ടവകാശത്തിന്റെ ആർട്ടിക്കിളാണ്. യൂണിവേഴ്സൽ അഡൽട്ട് ഫ്രാഞ്ചൈസിയുടെ ആർട്ടിക്കിളാണ് 326 എന്നുള്ളത്. പഠിച്ചു വെച്ചേക്ക്, വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ആർട്ടിക്കിളാണ് 326. ഓക്കെ, 18 വയസ്സും അതിൽ കൂടുതലുമുള്ള എല്ലാ പൗരന്മാർക്കും അവരുടെ ജാതി അല്ലെങ്കിൽ വിദ്യാഭ്യാസം, മതം, നിറം, വംശം, സാമ്പത്തിക സാഹചര്യങ്ങൾ എന്നിവ പരിഗണിക്കാതെ വോട്ട് ചെയ്യാൻ സ്വാതന്ത്ര്യമുണ്ടെന്ന് സാർവത്രിക പ്രായപൂർത്തി വോട്ടവകാശം സൂചിപ്പിക്കുന്നു. ഓക്കെ, എല്ലാവർക്കും വോട്ട് ചെയ്യാനുള്ള അധികാരം ഉണ്ടെന്നാണ് പറയുന്നത്. കൂറുമാറ്റ നിരോധന നിയമവുമായിട്ട് ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ ഏവ? കൂറുമാറ്റ നിരോധന നിയമം.
കൂറുമാറ്റത്തെ പറ്റി പറയണത് എവിടാന്ന് ചോദിച്ചാൽ നമ്മുടെ ഷെഡ്യൂളുകൾ പഠിക്കുമ്പോൾ നമുക്ക് 12 ഷെഡ്യൂളുണ്ട് ഇന്ത്യ ഭരണഘടനയിൽ. അതിൽ 10ാം ഷെഡ്യൂളിൽ നമ്മൾ കൂറുമാറ്റത്തെ പറ്റി പഠിക്കുന്നുണ്ട്. അതുപോലെ നമ്മുടെ സിലബസിൽ ഇമ്പോർട്ടന്റ് അമെന്റ്മെന്റ്സ്, ഭേദഗതികൾ, പ്രധാനപ്പെട്ട ഭരണഘടനാ ഭേദഗതികളിൽ 52ാം ഭേദഗതിയും കൂറുമാറ്റത്തെ പറ്റിയിട്ടാണ് പഠിക്കുന്നത്. ഓക്കെ, അപ്പൊ കൂറുമാറ്റവുമായിട്ട് ബന്ധപ്പെട്ട ആദ്യത്തെ സ്റ്റേറ്റ്മെന്റ് ചോദിക്കുന്നത് 52ാം ഭരണഘടനാ ഭേദഗതി പ്രകാരം നിലവിൽ വന്നു. ഇത് ശരിയായ സ്റ്റേറ്റ്മെന്റ് ആണ്. 52ാം ഭരണഘടനാ ഭേദഗതി കൂറുമാറ്റമാണ്. പഠിച്ചു വെച്ചോളാം. മുന്നേ നമ്മൾ 61 പറഞ്ഞില്ലേ, 61 എന്താ, 21 വോട്ടിംഗ് പ്രായം 18 കുറയ്ക്കുന്നു എന്ന് പറഞ്ഞു. അതുപോലെ 52 പഠിച്ചു വെച്ചോളാം. കൂറുമാറ്റം എന്ന് കേട്ടോ, അപ്പൊ 52 ഓർത്തോളണം കേട്ടോ. അത് ശരിയാണ്. 90ലാണ് നിലവിൽ വന്നത്. ഇത് തെറ്റാണ്. 52ാം ഭേദഗതി നിലവിൽ വന്നത് എന്നാണ്? ഇത് 1985ലാണ് നിലവിൽ വരുന്നത്. 85ലാണ് 52ാം ഭേദഗതി നിലവിൽ വന്നിട്ടുള്ളത്. അപ്പൊ 1 ശരി 2 തെറ്റ്. അത് വെച്ച് നമുക്ക് ആൻസർ കണ്ടുപിടിക്കാൻ പറ്റുമെന്ന് നോക്കിയേ. 1 ശരി 2 തെറ്റ്. അപ്പൊ 1 ആൻസറിൽ വരണം. 2 ഉണ്ടെങ്കിൽ വെട്ടിക്കളഞ്ഞേക്ക്. 2 ഇല്ല. അപ്പൊ ഇവിടെ 2 ഉണ്ട്, പിന്നെ ഇവിടെ 2 ഉണ്ട്. നമുക്ക് 50-50 ആയിട്ടുണ്ട് അല്ലെ. 1 3 1 3 4. ഇവിടെ നമുക്ക് എന്താ അനുമാനിക്കാം? 3 എന്താണെങ്കിലും ശരിയായിരിക്കും. 3 ശരിയാണോ നമുക്ക് നോക്കാം. എന്താണ് മൂന്നാമത്തത്? ഭരണഘടനയുടെ 10ാം ഷെഡ്യൂളിലാണ് കൂറുമാറ്റത്തിനെ പറ്റി ബന്ധപ്പെട്ട കാര്യങ്ങളുള്ളത്. ശരിയല്ലേ? 3 ശരിയാണ്. 10ാം ഷെഡ്യൂളാണ്. പിന്നെ 4ആണ് നമുക്ക് അറിയേണ്ടത്. 107ാം ഭരണഘടന അനുച്ഛേദത്തിൽ കൂറുമാറ്റ നിരോധന നിയമത്തെ പറ്റി പ്രതിപാദിക്കുന്നു. അങ്ങനെ ഒരു കാര്യം നമ്മൾ പഠിക്കണ്ടോ? കൂറുമാറ്റവുമായിട്ട് ബന്ധപ്പെട്ട് 107ാം ആർട്ടിക്കിള് ഇല്ല. അത് തെറ്റായ ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്. ഓക്കെ, 4 തെറ്റാണ്. സോ നമ്മുടെ ആൻസർ ഏതായിട്ട് വരും? ആൻസർ വരുന്നത് ഇത് തെറ്റാണ്. 1 3 ആണ് ആൻസർ വരുന്നത്. ഓക്കെ, അപ്പോൾ നമ്മുടെ +1 ചാപ്റ്റർ 5 ഉണ്ട്, നിയമനിർമ്മാണ സഭ എന്ന് പറഞ്ഞിട്ട്. പൊളിറ്റിക്കൽ സയൻസിൽ ചാപ്റ്റർ 5 ആണ് നിയമനിർമ്മാണ സഭ എന്ന് പറഞ്ഞിട്ട് അതിൽ പറയുന്നുണ്ട്. എന്താണ് കൂറുമാറ്റം? ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ ബാനറിൽ മത്സരിച്ച് വിജയിച്ച ഒരാൾ മറ്റൊരു രാഷ്ട്രീയ പാർട്ടിയിലേക്ക് കൂറുമാറുന്നത് തടയുവാൻ വേണ്ടി കൊണ്ടുവന്ന ഭേദഗതിയാണ് കൂറുമാറ്റ നിരോധന നിയമം. അതായത് ഇപ്പൊ ഞാനൊരു രാഷ്ട്രീയ പാർട്ടിയുടെ പേരിൽ ഞാൻ ഇലക്ഷൻ നിന്നു, ഞാൻ മത്സരിച്ച് വിജയിച്ചെല്ലാം കഴിഞ്ഞിട്ട് ഞാൻ ആ പാർട്ടിയിൽ നിന്ന് ഞാൻ സ്വമേധയാ മാറുകയാണ്, ഞാൻ വേറൊരു പാർട്ടിയിലേക്ക് കൂറുമാറുകയാണെങ്കിൽ എന്നെ അയോഗ്യനാക്കും. മനസ്സിലായില്ലേ? അതേപോലെ നേതൃത്വത്തിന്റെ നിർദ്ദേശം അവഗണിച്ച് സഭയിൽ ഹാജരാകാതിരിക്കുകയോ പാർട്ടി നിർദ്ദേശങ്ങൾക്ക് എതിരായിട്ട് വോട്ട് ചെയ്യുകയോ അല്ലെങ്കിൽ പാർട്ടി അംഗത്വം സ്വമേധയ ഉപേക്ഷിക്കുകയോ ചെയ്യുമ്പോഴാണ് ഒരാൾ കൂറുമാറുന്നതായിട്ട് പ്രഖ്യാപിക്കുന്നത്. അതായത് ഇപ്പം ഞാൻ എലക്ട് ചെയ്യപ്പെട്ട് കഴിഞ്ഞിട്ട് ആ നേതൃത്വം പറയുകയാണ് സഭയിൽ ഹാജരാവണം, ഞാൻ ഹാജരാകുന്നില്ല, അല്ലെങ്കിൽ അവരുടെ നിർദ്ദേശങ്ങൾക്ക് എതിരായിട്ട് വോട്ട് ചെയ്യുന്നു, അല്ലെങ്കിൽ അവർ പറഞ്ഞതിന് എഗെയിൻസ്റ്റ് ആയിട്ട് പ്രവർത്തിക്കുന്നു, വോട്ട് ചെയ്യുകയോ വോട്ട് ചെയ്തിരിക്കുകയോ ഒക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ സ്വമേധയാ ഞാൻ ആ പാർട്ടിയിലെ അംഗത്വം ഉപേക്ഷിക്കുകയൊക്കെ ചെയ്യുമ്പോഴാണ് കൂറുമാറിയതായിട്ട് പ്രഖ്യാപിക്കപ്പെടുന്നത്. ഓക്കെ, അംഗത്തിന് സഭാംഗത്വം നഷ്ടപ്പെടും. അങ്ങനെ ഒരാൾ കൂറുമാറിയിട്ടുണ്ടെങ്കിൽ ആ സഭയിലെ അംഗത്വം നഷ്ടപ്പെടുകയാണ് ചെയ്യുന്നത്. കൂടാതെ അദ്ദേഹത്തിന്റെ മന്ത്രിപദം പോലെയുള്ള പദവികൾ വഹിക്കാനുള്ള യോഗ്യതയും ഇല്ലാതാകും. ചെറിയൊരു തെറ്റല്ല, വലിയൊരു തെറ്റായിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. അങ്ങനെ കൂറുമാറിയിട്ടുണ്ടെങ്കിൽ ഒരു പാർട്ടിയുടെ പേരിൽ നിന്ന് മത്സരിച്ച് വിജയിച്ചിട്ട് പിന്നെ സ്വമേധയാ ആ പാർട്ടിയിൽ നിന്ന് മാറുന്നു, വേറൊരു പാർട്ടിയിലോട്ട് പോകുന്നു, അവർ പറയുന്ന അനുസരിച്ചിട്ട് നിർദ്ദേശങ്ങൾ കേൾക്കാതിരിക്കുന്നു, അവർക്ക് എഗെയിൻസ്റ്റ് ആയിട്ട് സഭയിൽ വോട്ട് ചെയ്യുന്നു അല്ലെങ്കിൽ വോട്ട് ചെയ്യാതിരിക്കുന്നു. അങ്ങനെയുള്ള സിറ്റുവേഷൻസിലൊക്കെ എന്താണ്? കൂറുമാറ്റമാണ് അത്. അപ്പൊ കൂറുമാറ്റമാണെന്നുണ്ടെങ്കിൽ നമുക്കത് അയോഗ്യതയായിട്ട് വരും. അങ്ങനെ അയോഗ്യതയായിട്ട് വരുമ്പോൾ എന്ത് പറ്റും? അതിപ്പം മന്ത്രിപദം പോലെയുള്ള പദവികൾ വഹിക്കാനുള്ള യോഗ്യതയും കൂടെ അവിടെ ഇല്ലാതാവുകയാണ് ചെയ്യുന്നത്. അവിടെ അയോഗ്യത എന്ന് പറയുമ്പോൾ ഇതും കൂടെ പോകുകയാണ്. ഓക്കെ, പാർട്ടി നേതൃത്വത്തിനും സഭാ അധ്യക്ഷനും അംഗങ്ങളുടെ മേൽ കൂടുതൽ അധികാരം നൽകുന്നതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ കൂറുമാറ്റ നിരോധന നിയമം വന്നത്. അപ്പൊ അതുകൊണ്ട് കുറച്ചും കൂടെ ഒരു അധികാരം കിട്ടുവാണല്ലോ പാർട്ടിയുടെ നേതൃത്വത്തിനും അതുപോലെ തന്നെ സഭാ അധ്യക്ഷനും ഒക്കെ അംഗങ്ങളുടെ മേൽ കുറച്ചും കൂടെ അധികാരം നൽകുന്നതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു നിയമം വന്നിട്ടുള്ളത്. സഭ അധ്യക്ഷന്മാർക്ക് സഭയിലെ അംഗങ്ങളുടെ പെരുമാറ്റത്തെ നിയന്ത്രിക്കാനുള്ള മാർഗമായിട്ട് കൂറുമാറ്റ നിരോധന നിയമത്തെ കണക്കാക്കാം. ഒരു സഭാംഗം കൂറുമാറിയതായിട്ട് പ്രഖ്യാപിക്കാൻ അധികാരമുള്ളത് ആർക്കാണ്? സഭ അധ്യക്ഷനാണ്. ഓക്കെ, അപ്പൊ ആ സഭയുടെ അധ്യക്ഷനാണ് അദ്ദേഹം കൂറുമാറിയതായിട്ട് പ്രഖ്യാപിക്കുകയും ചെയ്യുന്നത്. ഇനി സഭാ നടപടികൾ നിയന്ത്രിക്കുന്നതിനുള്ള അന്തിമ അധികാരം ആർക്കാണ്? അത് സഭാ അധ്യക്ഷനാണ്. അപ്പൊ ആ സഭയുടെ അധ്യക്ഷനാണ് ആ സഭാ നടപടികളൊക്കെ. അതിപ്പോ നമ്മുടെ ലോകസഭയാണെങ്കിൽ ലോകസഭയുടെ അധ്യക്ഷൻ സ്പീക്കറാണ് അല്ലെ, നിയമസഭയിലാണെങ്കിൽ സ്പീക്കറാണ്, രാജ്യസഭയിലാണെങ്കിൽ ചെയർമാനാണ്. അപ്പൊ സഭ അധ്യക്ഷനാണ് പറയണത് ഇവർ കൂറുമാറി അല്ലെങ്കിൽ അവർക്ക് അവരെ അന്തിമ അധികാരം, അവരുടെ നടപടികൾ നിയന്ത്രിക്കാനുള്ള അന്തിമ അധികാരമൊക്കെ ആർക്കാണ്? സഭ അധ്യക്ഷനാണ് ഉള്ളത്. കൂറുമാറ്റ നിരോധന നിയമം നിലവിൽ വന്ന ഭരണഘടനാ ഭേദഗതിയാണ് 52ാം ഭേദഗതി 1985. 52ാം ഭേദഗതി വഴി നിലവിൽ വന്ന കൂറുമാറ്റ നിരോധന നിയമത്തിൽ പരിഷ്കാരങ്ങൾ കൊണ്ടുവന്ന ഭേദഗതി, ഇതിൽ കുറച്ച് പരിഷ്കാരങ്ങൾ കൊണ്ടുവന്ന ഭേദഗതിയാണ് 91ാം ഭേദഗതി. ഓക്കെ, അപ്പോൾ പാർലമെന്റിൽ
ഈ നമ്മൾ 97 മുതൽ 122 വരെയുള്ള ആർട്ടിക്കിൾ എന്താണെന്ന് കൂടെ അറിഞ്ഞിരിക്കുക. ഈ ചോദ്യത്തിന് നമുക്ക് ഇതുകൂടെ അറിയേണ്ടതുണ്ടല്ലോ. പാർലമെന്റിൽ ബില്ല് പാസ്സാക്കുന്നതിനുള്ള നടപടിക്രമങ്ങളെ കുറിച്ച് പ്രതിപാദിക്കുന്ന ഇന്ത്യൻ ഭരണഘടനയുടെ വകുപ്പുകളാണ് 107 മുതൽ 122 വരെ. ഇത് കൂറുമാറ്റവുമായിട്ട് ബന്ധമില്ല കേട്ടോ. ഇതെന്താണ് പറയുന്നത്? പാർലമെന്റിൽ ബില്ല് പാസ്സാക്കാനുള്ള നടപടിക്രമങ്ങളെ കുറിച്ചാണ് ഇതിൽ പറയുന്നത്. ഇത് 107 മുതൽ 122 വരെയുള്ള ആർട്ടിക്കിൾ. നമ്മുടെ ചോദ്യത്തിലേക്ക് തിരിച്ചു വരാം. നമ്മുടെ ചോദ്യത്തിലെ സ്റ്റേറ്റ്മെന്റ്സ് ഏതൊക്കെയാണ് നമുക്ക് ശരി നോക്കണ്ടേ? ഓക്കെ, ഇപ്പൊ കൂറുമാറ്റ നിരോധന നിയമവുമായിട്ട് ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവനകൾ ആദ്യത്തത് 52ാം ഭരണഘടനാ ഭേദഗതി പ്രകാരം നിലവിൽ വന്നു, ശരിയാണ്. 1990 നിലവിൽ വന്നത്, അത് തെറ്റാണ്. ഭരണഘടനയുടെ 10ാം ഷെഡ്യൂളിലാണ്, അത് ശരിയാണ്. അപ്പൊ ഇപ്പൊ തന്നെ നിങ്ങൾ പഠിച്ചു കൂറുമാറ്റ നിരോധനം എന്ന് പറഞ്ഞാൽ 1985, 52ാം ഭേദഗതി, 10ാം ഷെഡ്യൂൾ. ഈ 3 പോയിന്റ്സ് മസ്റ്റ് ആയിട്ട് പഠിച്ചിരിക്കണം കൂറുമാറ്റ നിരോധനവുമായിട്ട് ബന്ധപ്പെട്ട്. 85-ലെ 52ാം ഭേദഗതി, 10ാം ഷെഡ്യൂൾ. ഓക്കെ, അപ്പൊ നമ്മുടെ ആൻസർ വന്നിട്ട് 1ഉം 3ഉം ആണ്. കാരണം 4ാമത്തെ ഒരു സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. 107ാം ഭരണഘടന പാർലമെന്റിലെ ബില്ല് പാസ്സാക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ്, ഇതുമായിട്ട് ബന്ധപ്പെട്ടതല്ല. ഓക്കെ, ഇത് നമ്മുടെ +1 ക്ലാസ്സിലെ പൊളിറ്റിക്കൽ സയൻസിലെ ചാപ്റ്റർ 5 നിയമനിർമ്മാണ സഭ എന്ന് പറഞ്ഞ ചാപ്റ്ററിൽ പറഞ്ഞിട്ടുണ്ട് ഇതേ പറ്റിയിട്ട് കേട്ടോ. ശരിയല്ലാത്ത ജോഡികൾ ഏതെല്ലാം? ഡോക്ടർ BR അംബേദ്കർ ഭരണഘടനാ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ ചെയർമാൻ, ജവഹർലാൽ നെഹ്റു ഭരണഘടനാ നിർമ്മാണ സഭയുടെ താൽക്കാലിക അധ്യക്ഷൻ, രാജേന്ദ്ര പ്രസാദ് ഭരണഘടനാ നിർമ്മാണ സഭയുടെ അധ്യക്ഷൻ, സച്ചിദാനന്ദ സിൻഹ ഭരണഘടനയുടെ ആമുഖം എഴുതി. ഇതിൽ നമുക്ക് ശരിയായ സ്റ്റേറ്റ്മെന്റ് ഏതൊക്കെയാണെന്നാണ് നമ്മളോട്, ശരിയല്ലാത്തതാണ് ചോദിച്ചിട്ടുള്ളത്. നിങ്ങൾ ആദ്യമേ തന്നെ ഇവിടെ അണ്ടർലൈൻ ചെയ്യണം കേട്ടോ, ഇല്ലെങ്കിൽ നമ്മുടെ ആൻസർ തെറ്റിപ്പോകും. നമുക്കെല്ലാം അറിയാന്നുള്ള ആവേശത്തിന് നമ്മൾ ചിലപ്പോൾ ശരിയായത് കൊടുത്തു പോകും. അപ്പോൾ എപ്പോഴും ചോദ്യം കിട്ടുമ്പോൾ ആദ്യം തന്നെ ശരിയല്ലാത്തതെന്ന് പറഞ്ഞ് പ്രത്യേകിച്ച് നമ്മൾ അവിടെ അണ്ടർലൈൻ ചെയ്തോളൂ. നമ്മുടെ മൈൻഡിൽ എന്ത് വരണം? ശരിയല്ലാത്തതാണ് ഞാൻ ആൻസറിൽ കൊടുക്കാൻ പോകുന്നത്, അതായത് തെറ്റാണ് നമ്മുടെ ആൻസർ ആയിട്ട് വരണ്ടേ. ഡോക്ടർ BR അംബേദ്കർ ഭരണഘടനാ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ ചെയർമാൻ, ഇത് ശരിയാണോ? അതെ അല്ലെ, BR അംബേദ്കർ ആണ് ഭരണഘടനാ നിർമ്മാണ സമിതിയിൽ നമ്മൾ ആദ്യം പഠിക്കുന്ന കാര്യമാണ് അല്ലെ. ഭരണഘടനാ നിർമ്മാണ സമിതി കുറെ കമ്മിറ്റീസ് ഒക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. അതിൽ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ ചെയർമാൻ ആരാണ്? BR അംബേദ്കർ ആണ്. ഇത് ശരിയാണ്. നമുക്ക് എന്താ വേണ്ടേ? ശരിയല്ലാത്തതാണ് വേണ്ടത്. അപ്പോൾ ഒന്നും നമ്മുടെ ആൻസറിൽ വരാൻ പാടില്ല. അതാണ് നമ്മൾ മനസ്സിൽ ചിന്തിക്കേണ്ടത്. ഇത് ശരിയാണ്, ഈ സ്റ്റേറ്റ്മെന്റ് ശരിയാണ്, പക്ഷെ നമുക്ക് ശരിയല്ലാത്തതാണ് വേണ്ടത്. അപ്പോൾ ഒന്നും നമ്മുടെ ആൻസറിൽ വരാൻ പാടില്ല. അപ്പോൾ ഒന്നുള്ള ഓപ്ഷൻ നമ്മൾ കട്ട് ചെയ്ത് കളഞ്ഞേക്കണം. ഒന്ന് ഉള്ളത് ഏതൊക്കെയാണ്? ബിയിലുണ്ട് 1, ബി നമുക്ക് വേണ്ട. ഓക്കെ, നമുക്ക് ശരിയല്ലാത്തതാണ് ആൻസർ ആയിട്ട് വരേണ്ടത്. ഡി നമുക്ക് കട്ട് ചെയ്ത് കളയാം, അവിടെ 1 ഉണ്ട്. അപ്പൊ A അല്ലെങ്കിൽ C ആയിരിക്കും, ഇതിൽ 1 ആയിരിക്കും ആൻസർ. ഇനി അടുത്ത സ്റ്റേറ്റ്മെന്റ് നോക്കിക്കേ. ജവഹർലാൽ നെഹ്റു ഭരണഘടനാ നിർമ്മാണ സഭയുടെ താൽക്കാലിക അധ്യക്ഷൻ. ഭരണഘടനാ നിർമ്മാണ സഭ 1946 ഡിസംബർ 6 സെറ്റപ്പ് ചെയ്യുന്നത്. ഡിസംബർ 9 അവർ ആദ്യത്തെ മീറ്റിംഗ് കൂടി. ഈ മീറ്റിംഗിൽ ആ കൂടെയുള്ളതിൽ ഏറ്റവും പ്രായം കൂടിയ അംഗമായിട്ട് സച്ചിദാനന്ദ സിൻഹേനെയാണ് അധ്യക്ഷനാക്കിയത്, താൽക്കാലിക അധ്യക്ഷൻ. അപ്പൊ ഈ സ്റ്റേറ്റ്മെന്റ് ശരിയാണോ? ജവഹർലാൽ നെഹ്റു അധ്യക്ഷനാണെന്ന് പറഞ്ഞത് തെറ്റാണ്. അപ്പൊ നമുക്ക് എന്താ വേണ്ടത്? ശരിയല്ലാത്തത്, തെറ്റ് നമ്മുടെ ആൻസറിൽ വേണം. അപ്പൊ നമുക്ക് 2 ആൻസർ ആയിട്ട് കിട്ടണം. ഇപ്പൊ 2 ഉള്ളൊരു ഓപ്ഷൻ ആയിരിക്കും നമ്മുടെ ആൻസർ. 2 ഉണ്ടോ എന്ന് നോക്കിക്കേ, എവിടെയെങ്കിലും സീലുണ്ട് കണ്ടോ. ആ 2 എണ്ണം വെച്ച് തന്നെ നമുക്ക് ആൻസറിലോട്ട് വരാൻ പറ്റി. ബാക്കി 2 നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ പോലും ആദ്യത്തെ 2 സ്റ്റേറ്റ്മെന്റിൽ നിങ്ങൾ ആൻസറിലോട്ട് വന്നു കഴിഞ്ഞു. ഓക്കെ, അപ്പൊ ഇത്തരം അഡ്വാൻറ്റേജസ് ഉള്ള ക്വസ്റ്റ്യൻസ് മസ്റ്റ് ആയിട്ട് നമ്മൾ അത് യൂസ് ചെയ്യണം. അത് നിങ്ങൾ ഈ ഒരു മെത്തേഡ് നിങ്ങൾക്ക് ഫോളോ ചെയ്യും, ഒരു എലിമിനേഷൻ മെത്തേഡ്. ഇനി തേർഡ് നമ്മൾ നോക്കിക്കേ. ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ആണ് സഭയുടെ അധ്യക്ഷൻ. ശരിയാണ് അല്ലെ. ഡിസംബർ 9 കഴിഞ്ഞിട്ട് ഡിസംബർ 11 വീണ്ടും ഒരു മീറ്റിംഗ് കൂടുമ്പോൾ ഈ പെർമനന്റ് അധ്യക്ഷനായിട്ട് രാജേന്ദ്ര പ്രസാദിനെ തെരഞ്ഞെടുക്കുന്നുണ്ട്. അപ്പൊ ഇദ്ദേഹം പെർമനന്റ് അധ്യക്ഷനാണ്. അപ്പൊ ഇത് ശരിയാണ്. ശരിയായത് നമുക്ക് വേണോ? നമുക്ക് വേണ്ട. 3 നമുക്ക് വേണ്ട അല്ലെ. 3 നമുക്ക് വേണ്ട. അപ്പൊ നമ്മൾ ഇതും കളഞ്ഞു. നമ്മുടെ ആൻസർ വീണ്ടും നമ്മൾ ഉറപ്പിക്കുകയാണ്. സച്ചിദാനന്ദ സിൻഹ ആമുഖം എഴുതി. ശരിയാണോ? ആമുഖം ആരാ എഴുതിയത്? ജവഹർലാൽ നെഹ്റു ആണ് ആമുഖം എഴുതിയത്. അപ്പൊ ഇത് തെറ്റാണ്. തെറ്റ് നമുക്ക് വേണം. 4 നമുക്ക് വേണം. അപ്പൊ ഇവിടെ ശരിക്കും ഈ ചോദ്യം എന്താ ചെയ്തിട്ടുള്ളത്? ഈ 2ഉം 4ഉം അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി കൊടുത്തേക്കാണ്. താൽക്കാലിക അധ്യക്ഷൻ സച്ചിദാനന്ദ സിൻഹയാണ്, ആമുഖം എഴുതിയത് നെഹ്റു ആണ്. അത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പൊ 2ഉം 4ഉം തെറ്റിച്ചു കൊടുത്തു. നമുക്ക് 2ഉം 4ഉം ആണ് വേണ്ടത്, ശരിയല്ലാത്തത്. അപ്പൊ എപ്പോഴും നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഇത്തരം കാര്യങ്ങളാണ്. ശരിയല്ലാത്തതാണോ ഏതാന്നൊക്കെ കൃത്യമായിട്ട് നോട്ട് ചെയ്യാം കേട്ടോ. അടുത്ത ചോദ്യം. അപ്പൊ ഈ ഭാഗം നിങ്ങൾ ക്ലാസ് 7ാം ക്ലാസ്സിൽ നമ്മുടെ ഭരണഘടന എന്ന് പറഞ്ഞിട്ടൊരു ചാപ്റ്റർ ഉണ്ട്. അതുപോലെ നമ്മുടെ +1 ഉണ്ട് ഭരണഘടന എന്തുകൊണ്ട് എങ്ങനെയെന്ന് പറഞ്ഞിട്ട്. ഇത് ചാപ്റ്റർ 10 ആണെന്ന് എനിക്ക് തോന്നുന്നു കേട്ടോ, ഇത് മിസ്സായതാ. അപ്പൊ അത് നോക്കുക കേട്ടോ. ഈ ചാപ്റ്റേഴ്സ് ആണ് നോക്കേണ്ടത്. ഓക്കെ, ഇനി ഇന്ത്യൻ ഭരണഘടനയിൽ പൗരത്വം വിശദീകരിക്കുന്ന ആർട്ടിക്കിൾ ഏത്? 12 മുതൽ 18 വരെ, 5 മുതൽ 11 വരെ, 1 മുതൽ 4 വരെ, ഇവയൊന്നുമല്ല. ഏതാണ്? പൗരത്വത്തെ പറ്റി പറയുന്ന ആർട്ടിക്കിൾ. അപ്പൊ നമ്മൾ ആർട്ടിക്കിള് മുന്നേ നമ്മൾ തുടങ്ങിയത് മൗലിക അവകാശങ്ങളിൽ നിന്നാണ് അല്ലെ. മൗലിക അവകാശങ്ങൾ എവിടെ തൊട്ടാണ് നമ്മൾ പഠിച്ചത്?
സമത്വം നമ്മൾ 14 തൊട്ടാണ് പഠിച്ചത്. എന്നാലും മൗലിക അവകാശങ്ങൾ ഭരണഘടനയുടെ പാർട്ട് 3 12 തൊട്ടാണ് തുടങ്ങുന്നത്. ഓർത്ത് വെച്ചോളണം കേട്ടോ. ആർട്ടിക്കിൾ 12 മുതൽ ആർട്ടിക്കിൾ 35 വരെ മൗലികാവകാശങ്ങളെ പറ്റിയിട്ടാണ് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇതിന്റെ ഇടയിൽ വരുന്ന ഏതെങ്കിലും ഉണ്ടെങ്കിൽ നമുക്കത് കളയാം. 12 മുതൽ 18 വരെ എന്താണെങ്കിലും അപ്പൊ പൗരത്വം അല്ല, അത് മൗലികാവകാശങ്ങളാണ്. ഇനിയുള്ളത് നമ്മൾ അറിഞ്ഞേ പറ്റുള്ളൂ, നമുക്ക് വേറെ ഓപ്ഷൻ ഒന്നുമില്ല അല്ലെ. 5 മുതൽ 11 വരെ, 1 മുതൽ 4 വരെ പഠിച്ചു വെച്ചോളൂ. പൗരത്വം 5 മുതൽ 11 വരെയാണ് പൗരത്വത്തെ പറ്റി പറയുന്നത്, സിറ്റിസൺഷിപ്പ് ആണ്. ഓക്കെ, അപ്പൊ പൗരത്വത്തെ പറ്റി പറയുന്നത് 5 മുതൽ 11 വരെയാണ്. തൊട്ടടുത്ത നമ്പർ 12 തൊട്ട് 35 വരെ എന്താണ്, മൗലിക അവകാശങ്ങളാണ്. പിന്നെ 36 തൊട്ടിട്ട് 51 വരെ DPSP ആണ്, നിർദ്ദേശക തത്വങ്ങളാണ്. പിന്നെ 51A ആണ് മൗലിക കടമകൾ വരുന്നത്. അപ്പൊ ഇത്രയും കൃത്യമായിട്ട് നിങ്ങൾ ആ 1 മുതൽ ഈ 51A വരെയുള്ള കൃത്യമായിട്ട് നിങ്ങൾ പഠിച്ചു വെച്ചോളണം. ഓരോ ഭാഗവും പാർട്ട് 1, പാർട്ട് 2, പാർട്ട് 3, പാർട്ട് 4 കൃത്യമായിട്ട് പഠിച്ചു വെച്ചോളണം. അതുപോലെ മൗലികാവകാശങ്ങൾ എന്നുള്ള ചാപ്റ്റർ ഫുള്ളായിട്ട് പഠിക്കുക. ഓരോ മൗലികാവകാശങ്ങളും 14 തൊട്ട് 18 വരെ സമത്വം മാത്രം പഠിച്ചാൽ പോരാ. 14 എന്താണ് പറയണത്, 15 എന്താണ് പറയണത്, 16 എന്താണ് പറഞ്ഞത്, 17, 18 അങ്ങനെ പഠിക്കണം. അങ്ങനെ ഡീറ്റെയിൽഡ് ആയിട്ട് നിങ്ങൾ പഠിച്ചിട്ട് പോകണം മൗലിക അവകാശങ്ങൾ എന്നുള്ള ചാപ്റ്റർ. അതൊരു DPSP പ്രധാനപ്പെട്ട എല്ലാ ആർട്ടിക്കിൾസും മസ്റ്റായിട്ട് പഠിക്കണം. മൗലിക കടമകൾ ചെറിയൊരു ചാപ്റ്ററാണ്. നമ്മുടെ മൗലിക കടമകൾ ഒരു 11 എണ്ണം കൊടുത്തിട്ടുണ്ട്. ആ 11 എണ്ണം കൃത്യമായിട്ട് പഠിക്കുക. കാരണം താഴെ തന്നിട്ടുള്ളവയിൽ മൗലിക കടമകളിൽ പെടാത്തത് എന്നൊക്കെ ചോദിച്ചാൽ നമുക്ക് ഏതൊക്കെയാണ് ഉള്ളതെന്ന് കൃത്യമായിട്ട് അറിയണം. പിന്നെ നിങ്ങൾ മസ്റ്റായിട്ടും പഠിക്കേണ്ടതാണ് ഭരണഘടനാ സ്ഥാപനങ്ങളിൽ എല്ലാ ഭരണഘടനാ സ്ഥാപനങ്ങളുടെയും സിലബസിൽ നമുക്ക് ഉണ്ടല്ലോ. അപ്പൊ അതിന്റെ ആർട്ടിക്കിൾസ്, അപ്പോയിന്റ്മെന്റ്, കാലാവധി, പിന്നെ ആദ്യത്തെ അധ്യക്ഷൻ അല്ലെങ്കിൽ ഇപ്പോഴത്തെ ചെയർമാൻ, ഇതെല്ലാം കൃത്യമായിട്ട് പഠിച്ചിട്ട് പോവാം. അപ്പൊ നിങ്ങൾക്ക് ഫുള്ളായിട്ട് എല്ലാ ടോപ്പിക്കിനും ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കാൻ നിങ്ങൾ റെഫർ ചെയ്യേണ്ട ലക്ഷ്മികാന്ത് തന്നെയാണ്. പ്രത്യേകിച്ച് ഡിഗ്രി ലെവലിനൊക്കെ നല്ല രീതിയിൽ UPSC ക്വസ്റ്റ്യൻസ് നമ്മൾ കാണുന്നുണ്ട്. LDC മെയിൻസ് ആണ്, നമുക്ക് ഇത്തവണ പ്രിലിംസ് ഇല്ല. നിങ്ങൾക്ക് അറിയാലോ, പ്രിലിംസും മെയിൻസും ഒരുമിച്ചാണ്, ഒറ്റ എക്സാം ആയിട്ടാണ് വരുന്നത്. അപ്പം അതുകൊണ്ട് തന്നെ ഒത്തിരി പേര് എക്സാം എഴുതുന്നുണ്ട്. അപ്പം മാക്സിമം ഡിഫിക്കൽറ്റി ലെവൽ ഉണ്ടായിരിക്കും ക്വസ്റ്റ്യൻ പേപ്പറിൽ. അപ്പം അതുകൊണ്ട് കുറെ കൂടെ ആഴത്തിൽ നിങ്ങൾ ഓരോ ഭാഗവും പഠിക്കുക എന്നുള്ളതാണ്. അപ്പം ഭരണഘടനയെ പറ്റിയിട്ട് 6ാം ക്ലാസ്സിൽ, 7ാം ക്ലാസ്സിൽ, 8ാം ക്ലാസ്സിലും 9ാം ക്ലാസ്സിലും ഓരോ ചാപ്റ്റേഴ്സ് ഉണ്ട്. ആ ചാപ്റ്റേഴ്സ് വൃത്തിയായിട്ട് നമുക്ക് നിങ്ങൾ നോക്കി പോവാം. +1 ഉണ്ട്, അത്യാവശ്യം ഡീറ്റെയിൽ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, പിന്നെ അഡീഷണൽ റെഫറൻസിന് ലക്ഷ്മികാന്ത് നോക്കുക. അപ്പൊ അങ്ങനെ കഴിഞ്ഞ LDCയിലെ ചോദ്യങ്ങളെല്ലാം നമ്മൾ ഡിസ്കസ് ചെയ്തിരിക്കുകയാണ്. ഇപ്പം പൗരത്വത്തെ പറ്റി പറയുന്നത് ചാപ്റ്റർ 6 ക്ലാസ് +1 ആണ് അതിൽ പറയുന്നുണ്ട് കേട്ടോ. ഓക്കെ, അപ്പം നിങ്ങൾക്ക് ഈ ഒരു സെഷൻ ഉപകാരപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു. ഇപ്പം ഏതൊക്കെ ഏരിയാസ് ആണ് നിങ്ങൾ ഫോക്കസ് ചെയ്യേണ്ടത്, ഏതൊക്കെ ആർട്ടിക്കിൾസ് ആണ് കൂടുതൽ നോക്കേണ്ടത്, ഭരണഘടനാ സ്ഥാപനങ്ങൾ, കൂറുമാറ്റം, അങ്ങനെ പ്രധാനപ്പെട്ട കുറച്ചൊരു ഏരിയാസ് നമുക്ക് മനസ്സിലായില്ലേ കഴിഞ്ഞ LDC മെയിൻസിന് ചോദിച്ചത്. അപ്പൊ ഇതിനെ ബേസ് ചെയ്തിട്ട് നല്ല രീതിയിൽ അടുത്ത എക്സാമിന് വേണ്ടിയിട്ട് നിങ്ങൾ എല്ലാവരും പ്രിപ്പയർ ചെയ്യുമെന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് ഈ പറഞ്ഞ കാര്യങ്ങൾ ഉപകാരപ്പെട്ടു എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ അത് കമന്റ്സിലൂടെ അറിയിക്കുക. ഓക്കെ, നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ. താങ്ക് യു.